പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. CSIയിലെ ഒരു അച്ഛനായി സേവനമനുഷ്ഠിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനായും ഇന്ന് കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ച് കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ്റെ വിലയേറിയ സാക്ഷ്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സാക്ഷ്യം ഏറ്റവും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആദ്യോടന്തം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ പ്രൈസ് ദി ലോർഡ്. സന്തോഷമായിരിക്കുന്നുവോ? തീർച്ചയായിട്ടും സന്തോഷമായിരിക്കുന്നു. ഓക്കെ ദേവദാസനെ, ഇപ്പൊ എവിടെയാണ് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നത്? ഞാൻ കേരളത്തിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ ഓക്കെ. കുടുംബമായിട്ട് കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ടല്ലോ? ഉണ്ട്. ഓക്കെ. കർത്താവ് ദേശത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യാൻ ഞാൻ സമയം നൽകി തരാം. അതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങോടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. അങ്ങോടെ ദാസനുമായി ഹല്ലേലൂയ അങ്ങോടെ സന്നിധാനത്തിലായിരിക്കുന്ന കർത്താവേ, അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും ഉപയോഗിക്കുന്ന വിധങ്ങളും ഒക്കെ ഷെയർ ചെയ്യുവാനുള്ള കൃപ നമ്മുടെ ദാസന്റെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകി കൊടുക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കേൾവിക്കാരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചാട്ട് നിങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദേവദാസനെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. കർത്താവ് ദേവദാസനെ സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ കർത്താവിൻ്റെ ദാസന് നൽകി തരികയാണ്. കർത്താവിൻ്റെ ദാസന് അത് ഉപയോഗിക്കാം. ഓക്കെ. താങ്ക് യു പാസ്റ്ററെ. ഓക്കെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കിടുവാൻ എനിക്ക് അവസരം തന്ന ജോയ്സ് ടി വിയോടും അതിൻ്റെ ഭാരവാഹിയായ പ്രിയ ദേവദാസിയോടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. എൻ്റെ പേര് റെവറൻ CI ജോസഫ്, BSc BD, DMS UK, ചാമപ്പാറിൽ ഹൗസ്, നാടുകാണി, കുളമാവ്, ഇടുക്കി ഡിസ്ട്രിക്ട്, കേരള. 1946 മാർച്ച് 2-ാം തീയതി ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ ദൈവഭക്തരും വിശ്വാസികളുമായിരുന്നു. എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ കർത്താവ് എന്നെ പേർ ചൊല്ലി വിളിച്ചു. എൻ്റെ വല്യമ്മയും ഭക്തിയായ ഒരു അമ്മയായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ വല്യമ്മയ്ക്ക് ഒരു ദർശനം ഉണ്ടായി. ഒരു ദൂതൻ വന്ന് അവരോട്, നിന്റെ മകൾ പ്രസവിക്കാനിരിക്കുന്നത് ഒരു ആൺകുട്ടിയായിരിക്കും, അവന് ജോസഫ് എന്ന് പേരിടണം, മാമച്ചൻ എന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞു. എന്നെ അന്ന് ശിശുക്കളെ സ്നാനപ്പെടുത്താൻ കൊണ്ടുപോകുമ്പോൾ പല പേരുകളും പറഞ്ഞപ്പോൾ വല്യമ്മ പറഞ്ഞത്, അതൊന്നും പറ്റുകയില്ല, എനിക്ക് തന്ന ദൂതനുസരിച്ച് അവന് പേർ ജോസഫ് എന്ന് വിളിക്കണം, മാമച്ചെന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നു. എന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ യേശുവിൻ്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് പഠിപ്പിച്ച് ഇങ്ങനെ ചോദിച്ചത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും യേശുവിന് വേണ്ടി രക്തസാക്ഷികളാകാൻ മനസ്സുണ്ടോ? അന്ന് വേണ്ടത്ര അറിവില്ലെങ്കിലും എന്നെ അത് വളരെ സ്പർശിച്ച് ഞാൻ അവിടെ പറഞ്ഞു, ഞാൻ പോകാം എന്നാണ്. അത് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിലെ ദാരിദ്ര്യവും പ്രാരാബ്ധവും നിറഞ്ഞതുകൊണ്ട് ഒരു സർക്കാർ ജോലിക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കുറേ
ജോലിക്കൊക്കെ ശ്രമിച്ചു, എന്നാൽ ഒരു ജോലിയും കിട്ടിയില്ല. എൻ്റെ അത്രയും യോഗ്യതയില്ലാത്ത എൻ്റെ കൂട്ടുകാർക്കൊക്കെ ജോലി കിട്ടി. എനിക്ക് അത് വലിയ ഒരു നിരാശ ഉണ്ടാക്കി. എൻ്റെ എല്ലാ കഴിവുകളും ചോർന്നു പോകുന്ന പോലെ തോന്നിപ്പോയി. എൻ്റെ എല്ലാ വഴികളും അടഞ്ഞതായി തോന്നി. ഇനി ജീവിക്കുന്ന എന്തിനാന്ന് വരെ തോന്നിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞായറാഴ്ച പള്ളിയിൽ ആരാധന കഴിഞ്ഞ് അടുത്തുള്ള കടയിൽ ചെന്ന് അന്നത്തെ മനോരമ പത്രം എടുത്ത് വായിച്ചു. മനോരമയുടെ സപ്ലിമെന്റിൽ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞൊരു ഒരു പങ്ക്തിയുണ്ട്. അതിലിങ്ങനെ എഴുതിയിരുന്നു: നിന്റെ എല്ലാ വാതിലുകളും ദൈവം അടച്ചിട്ട് നിനക്ക് പുതിയ ഒരു വാതിൽ തുറക്കും. അതായിരുന്നു അവിടെ എഴുതിയിരുന്നത്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നിലൊരു പ്രകാശം വീണു, ഒരു ആശ്വാസവും എനിക്ക് ലഭിച്ചു. അതായിരുന്നു എൻ്റെ ദൈവ വിളിയുടെ ഒരു ആദ്യത്തെ പടി. അതിനുശേഷം വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾക്ക് നീക്കുവൊക്കെ ഉണ്ടായത്. അതിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിൽ ഞങ്ങളുടെ ചർച്ചില് അന്നത്തെ ഇടവക വികാരിയായിരുന്ന അച്ഛൻ്റെ സെക്കൻഡ് ഓർഡിനേഷൻ നടക്കുക ഞങ്ങളുടെ പള്ളിയിൽ. ഞാൻ എൻ്റെ നിരാശ കൊണ്ട് പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ആ പള്ളിയിൽ ഞാനും പോയി ആരാധനയ്ക്ക്. എല്ലാവരുടെയും ആളുകൾ ഇരിക്കുന്നതിൻ്റെ പിറകിൽ തലയും കുമ്പിട്ട് അവിടെ ഇരിക്കുകയാണ്. അന്ന് പള്ളിയിൽ പ്രസംഗിച്ചത് ആ സഭയിലെ ആദ്യത്തെ ഗ്രാജുവേറ്റ് ആയിരുന്ന മൈക്കിൾ ജോൺ അച്ഛനാണ്. അദ്ദേഹം പിന്നീട് CSI ആദ്യത്തെ ബിഷപ്പായി തീർന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തി. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ ഉദ്ധരിച്ചുകൊണ്ട്, ഞാൻ ആരെ അയക്കണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും. അതേ തുടർന്നുള്ള ആഹ്വാനം എൻ്റെ കാതുകളിലേക്ക് മുഴങ്ങിക്കേട്ടു. എൻ്റെ മനസ്സിലന്നേരം എനിക്ക് ദൈവവിളി സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല, കുടുംബ പശ്ചാത്തലമില്ല, ദാരിദ്ര്യവും പ്രയാസവും നിറഞ്ഞൊരു കുടുംബമാണ്. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല, എനിക്കൊരു ജോലി കിട്ടണമെന്ന് അപ്പോഴും എൻ്റെ മനസ്സിൽ. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് മിടിപ്പ് തോന്നിക്കൊണ്ടിരുന്നു. എന്നോട് തന്നെ അത് ചോദിച്ചുകൊണ്ടേയിരുന്നു, നീ പോകുമോ പോകുമോ. അവസാനം നിവൃത്തിയില്ലാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ എന്നെ കൊള്ളാമെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് വലിയൊരു സമാധാനം എൻ്റെ ഉള്ളിലുണ്ടായി. ആരാധന കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. എൻ്റെ പിതാവിനോട് എങ്ങനെയാണ് ഇത് പറയുന്നതെന്നൊരു വലിയ വിഷമം ഉണ്ടായി. ഞാൻ അന്നേരം ഉടനെ ഞങ്ങൾക്ക് അടുത്തൊരു അരുവിയുണ്ട്, തോട്. അവിടെ ഞാനിങ്ങനെ പോയിരിക്കുമ്പം എൻ്റെ പിതാവ് തോട്ടിൽ വന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ആ വെള്ളത്തിനരിയിരുന്നുകൊണ്ട് വളരെ വിഷമിച്ച്, പറയാനുള്ള ധൈര്യമില്ലായിരുന്നെങ്കിലും ഞാനിങ്ങനെ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, ചാച്ചാ, ഞാൻ ഇന്ന് പള്ളിയിൽ വെച്ചൊരു തീരുമാനം പറഞ്ഞു പോയി. എനിക്ക് ദൈവത്തിലേക്ക് പോയിക്കൊള്ളാമെന്ന് ഞാൻ തീരുമാനം പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. എൻ്റെ ഫാദർ കണ്ണുനീരോടെ പറഞ്ഞു, മകനെ, ഞാനും പള്ളി വെച്ച് അങ്ങനെയാ പറഞ്ഞത്, എൻ്റെ മകനെ അയക്കണം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, എടാ, നമ്മുടെ കടവും ഭാരവും അതെല്ലാം ദൈവം തീർത്തതിനും നിന്റെ ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് നീ മുമ്പോട്ട് പോയിക്കോ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എൻ്റെ അപ്പൻ നല്ലൊരു മനുഷ്യനായിരുന്നു. അത് കഴിഞ്ഞ് ആ മാസത്തിൽ തന്നെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ എന്നോട് പറഞ്ഞു, നമുക്ക് കോട്ടയം വരെ പോകണം, വേറൊരു കാര്യത്തിനാവുന്ന എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം എന്നെ കൊണ്ടുപോയത് അന്നത്തെ ബിഷപ്പിൻ്റെ അടുക്കലാണ്. ബിഷപ്പിന് ഞങ്ങൾ സംസാരിച്ച് ബിഷപ്പിനോട് ചോദിച്ചു, നിനക്ക് ദൈവവേലയ്ക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം അയച്ചാൽ പോകാമെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അയക്കുകയാണ്. അത് 1968 ജൂൺ മാസം 16-ാം തീയതി ആയിരുന്നു. എനിക്ക് അന്നേരം തന്നെ കുമരകത്ത് ഒരു സഭയുടെ ചാർജ് ഉപദേശിയായിട്ട് അപ്പോയിൻമെന്റ് തന്നു. ഞാൻ കോളേജിൽ നിന്ന് ഡിഗ്രി എല്ലാം കഴിഞ്ഞ് നേരിട്ട് പോകുന്ന, വലിയ പരിചയമൊന്നുമില്ല സഭാ ശുശ്രൂഷ, പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് കടന്നുപോയി. അത് കഴിഞ്ഞ് അവിടെ സർവീസിൽ ഇരിക്കുമ്പോഴാണ് 1970 ഞങ്ങളുടെ വിവാഹം നടക്കുന്നു. വിവാഹം നടന്നു കഴിഞ്ഞ് പിന്നെ തിയോളജിക്കൽ എഡ്യൂക്കേഷനുള്ള എൻട്രൻസ് പരീക്ഷ ഉണ്ടായിരുന്നു.
ആ എൻട്രൻസ് പരീക്ഷയ്ക്ക് പോകുന്നത് തന്നെ വലിയ ആ, വലിയ കഷ്ടതയായിരുന്നു. കാരണം എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. പിറ്റേ ദിവസം പരീക്ഷ എഴുതേണ്ടതാ കോട്ടയത്ത്. ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് വണ്ടിയും വാഹനമൊന്നും ചെല്ലാത്ത ഗ്രാമത്തിലാണ്. അവിടുന്ന് നടന്നാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ അപ്പന് ആ മുറിവോടുകൂടെ ഭയങ്കര വേദനയായിട്ട് രാവിലെ 8 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് എൻ്റെ ഭാര്യ വീട്ടിലെത്താനായിട്ട് 3 മണിയായി. ഒരു 1.5 മണിക്കൂർ കൊണ്ട് എല്ലാവുന്ന ദൂരം, അത്രയും ദൂരം വേദന. പിറ്റേ ദിവസം കോട്ടയത്തിന് പോയി. അവിടെ പോയി പരീക്ഷ എഴുതി. മുഴുവൻ വേദന സഹിച്ചു തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻട്രൻസ് പാസ്സായി. ആ വർഷം തന്നെ അടുത്ത ജൂലൈ മാസത്തിൽ 70 ജൂലൈ മാസത്തിൽ കോളേജില് ജബൽപൂര് തിയോളജിക്കൽ കോളേജിൽ അവിടെ ഇപ്പോൾ ഒന്ന് ജോയിൻ ചെയ്തു. 70 മുതൽ 73 വരെയുള്ള കാലഘട്ടത്തായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ പഠിത്തം. ഞങ്ങൾ രണ്ടുപേരും, ഭാര്യ ഞാനും കൂടെയാണ് പോയത്. ഞങ്ങൾക്ക് അങ്ങനെ അഡ്മിഷൻ കിട്ടി. പോകുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ വർഷം സെപ്റ്റംബർ മാസം, ഞങ്ങൾ ജോലിയിലാണ് ചെല്ലുന്നത്. സെപ്റ്റംബർ മാസം ഭാര്യയ്ക്ക് പ്രസവത്തിനുള്ളൊരു പെയിനും എല്ലാം ഉണ്ടായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഞങ്ങൾ താമസിക്കും ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അക്കരെ ഒരു ഗവൺമെന്റ് ലേഡീസ് ഹോസ്പിറ്റലാണ്. അവിടെ ഞങ്ങൾ 70 ദിവസം പുള്ളിക്കാരത്തി അവിടെ കിടന്നു പ്രസവത്തിന് മുമ്പ്. എല്ലാ ദിവസവും ഞാൻ 3 നേരം ഹോസ്പിറ്റലിൽ പോകണം, ഭക്ഷണം ഉണ്ടാക്കണം, കൊണ്ടുപോയി കൊടുക്കണം, വന്ന് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കണം. ഏതെങ്കിലും വിഷയത്തിന് 2 വിഷയത്തിന് തോറ്റാൽ തിരിച്ചു വീട്ടിൽ പോകേണ്ടി വരും. അങ്ങനെ വലിയൊരു വെല്ലുവിളിയായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പോയി. 70ാമത്തെ ദിവസം ഡെലിവറി നടന്നു. 2 മലയാളി നഴ്സുമാരുണ്ടായിരുന്നു അവിടെ. രാത്രിയായിട്ട് അവർ മിണ്ടുന്നില്ല. ഞാൻ പിന്നെ കയറി ചെന്ന് ചോദിച്ചു, മേരിക്ക് എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, ഡെലിവറി കഴിഞ്ഞു. കുഞ്ഞിനെ കാണിക്കില്ല എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, അവർ സങ്കടപ്പെട്ട് ഒരു ട്രേക്കകത്തൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നു. പിടയ്ക്കുന്നതായിട്ടുള്ള ഒരു കുഞ്ഞ്. എൻ്റെ കണ്ണിൽ കൂടെ രക്തം ഒഴുകുന്നുണ്ട്. നോക്കിയപ്പോൾ തലയുടെ സ്കള്ള് വളർന്നിട്ടില്ല. ഞാൻ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ആ രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. യഹോവ തന്നു, യഹോവ എടുത്ത് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. പ്രാർത്ഥിച്ച് അവരുടെ തിരിച്ചു കൊടുത്തു. ആ കുഞ്ഞിനെ മറവ് ചെയ്യാൻ പോലും ഉള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അവിടുത്തെ ഒരു പണിക്കാരന് 2 രൂപ കൊടുത്ത, മാലിക്ക് 2 രൂപ കൊടുത്ത് അവരെവിടെയോ കൊണ്ടുപോയി മറവ് ചെയ്തു. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ ആ വർഷവും പരീക്ഷയ്ക്ക് ജയിച്ചു. പിറ്റേ വർഷം അതേ ഡേറ്റിൽ സെപ്റ്റംബർ മാസം 27-ാം തീയതി പുള്ളിക്കാരത്തിക്ക് വയറുവേദന വന്നു. 60 മൈൽ അകലെയുള്ള ഒരു മിഷൻ ഹോസ്പിറ്റലിലേക്ക് കോളേജിൽ നിന്ന് കൊണ്ടുപോയി. പരിശോധിച്ചപ്പോൾ ട്യൂമറോ പാരാ ഓവറിൻ ട്യൂമറോ ഓപ്പറേഷൻ വേണം. മലയാളികളായിട്ട് 2 നേഴ്സുമാർ അവിടെയുണ്ട്, ഞാനും മാത്രം. ആ ഡോക്ടറെ പരിശോധിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു, ചിലപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകാം, നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ എന്നോട് പറഞ്ഞു. ആ ഡോക്ടർ ഒരു ഹൈന്ദവനായി എങ്കിലും എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലിരുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുവന്നു. എന്നെ കാണിച്ചു. ട്യൂമർ ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു. അത് കഴിഞ്ഞ് വാർഡിലേക്ക് കൊണ്ടുപോയി അന്ന് കിടത്തി. പിറ്റേ ദിവസം രാവിലെ നഴ്സുമാർ പുള്ളിക്കാരത്തി എഴുന്നേൽപ്പിച്ച് നടത്തി. എനിക്കവിടെ ഹോട്ടലൊന്നുമില്ല. കഞ്ഞി വെച്ചുണ്ടാക്കണം, പഠിക്കണം, ഭാര്യയെ നോക്കണം, ശുശ്രൂഷിക്കണം, ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ഒരു വെല്ലുവിളിയായിട്ട് എടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അനേകരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പുള്ളിക്കാരത്തി എഴുന്നേൽപ്പിച്ച് നടത്തി. അന്നേരമൊന്നും കുഴപ്പം കണ്ടില്ല. വൈകിട്ട് ഒരു 5 മണി കഴിഞ്ഞപ്പോൾ ബാൻഡേജ് മുഴുവൻ ബ്ലഡാണ്. ഞാൻ നേഴ്സുമാരെ വിളിച്ചു കൊണ്ടുവന്ന് അവർ നോക്കി. അവരുടനെ തന്നെ ആ ബാൻഡേജ് മാറി വേറെ ബാൻഡേജ് ഇട്ടു. അതും ബ്ലഡിങ് ആയി. അപ്പോൾ ആൾ അവശതയിലായി. അവരിൽ ബ്ലഡൊന്നും കൊടുക്കുന്നില്ല. ഉടനെ തന്നെ വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് നോക്കിയപ്പോൾ ഒരു വെയിൻ കുത്തിക്കെട്ട് വീണില്ല. അതായിരുന്നു ബ്ലീഡിങ്ങിന്റെ കാരണം. വീണ്ടും 1.5 മണിക്കൂർ അവരെ പരിശ്രമിച്ച് എല്ലാം കുത്തുകെട്ട് അഴിച്ച് വീണ്ടും ഓപ്പറേറ്റ് ചെയ്തു. തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ടും അവർ ബ്ലഡ് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അവർ
ട്രിപ്പ് കൊടുത്തു. അത് ഇച്ചിരി സ്പീഡിലായി പോകുന്ന എനിക്ക് തോന്നുന്നത്. കുറെ കഴിയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആള് വിറയ്ക്കുന്നുണ്ട്, കണ്ണ് അകത്തേക്ക് മറിഞ്ഞു പോയി, ആള് മരിച്ച പോലെയായി. ഞാൻ നേഴ്സുമാരെ വിളിച്ചുകൊണ്ടുവന്ന് അവർ ഓടി വന്ന് വീണ്ടും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ് ഇത് തിരിച്ചു കിട്ടിയത്. അത് ആ വർഷത്തെ വലിയ ഒരു കഷ്ടപ്പാടായിരുന്നു. ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പം കോളേജിൽ വന്നു. വൈഫിനെ തന്നെ അവിടെ ആക്കിയിട്ട് പോകണം. ആ മാസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വെല്ലൂര് ഞങ്ങളുടെ കൗൺസിലിംഗ് ട്രെയിനിങ് ഉണ്ട്. വെല്ലൂര് ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ ട്രെയിനിങ്. എന്നെ വെല്ലൂർ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടത്. ഭാര്യ അടുത്ത് ഒരു ഹിന്ദിക്കാരത്തി ഒരു കൊച്ചു പെണ്ണുണ്ട്, അവളെ ആക്കിയിട്ട് പോയി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ആള് തന്നെ വേണം കഞ്ഞി ഉണ്ടാക്കാനും കുടിക്കാനും. അങ്ങനെ വെള്ളം എടുത്തപ്പോൾ തിളച്ച വെള്ളം കാലേ കൂടെ ഒഴുകി. അവിടെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു സീനിയർ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, മലയാളി. അദ്ദേഹം വന്ന് ഇടയ്ക്കിടയ്ക്ക് സഹായിക്കും. ഈ സമയമല്ല, ഒരു മാസം ഞാൻ വെല്ലൂരായിരുന്നു. എഴുത്തയക്കാൻ അന്ന് ഫോണില്ല, എഴുത്തയക്കാനേ സൗകര്യമുള്ളൂ. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അവിടെ തിരിച്ചു കൊണ്ടുവന്നു. ആ വർഷത്തെ ആ പഠന പദ്ധതി, അങ്ങനെ കഷ്ടപ്പാട്, അതിലൂടെയും ദൈവം എന്നെ സഹായിച്ചു, വിടുവിച്ചു. പിറ്റത്തെ വർഷം സെപ്റ്റംബർ മാസം 27-ാം തീയതി എനിക്ക് സൈനസൈറ്റിസിന്റെ പ്രശ്നം, മൂക്കിൽ ബ്ലഡ് വന്നു. ആ സെയിം ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയാക്കി. അവിടെ നിന്ന് ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ ഇതെന്തിനാ ഇത് ഷെയർ ചെയ്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ല എന്നെ ഇതുവരെ നടത്തിയത്. എന്നെ കഷ്ടതയുടെ കഠിനമായ ശോധനയിലൂടെ എൻ്റെ കർത്താവ് എന്നെ പരിശോധിച്ചു. അതായിരുന്നു എൻ്റെ വിശ്വാസത്തിൻ്റെ വലിയ ഒരു പരിശോധന എന്ന് പറയുന്നത്. അപ്പോൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം എൻ്റെ ഓർമ്മയിൽ വന്നു. സഹോദരങ്ങളെ, നിങ്ങൾ നാനാ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നതെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. അതിന് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. 3 വർഷത്തെ പഠിത്തം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോരുന്നു. അതിനിടയ്ക്ക് വലിയ ഒരു പ്രയാസം, ഒരു അത്ഭുതം നടന്നു. ഭാര്യ ഗർഭിണിയാകില്ല, കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ല എന്നായിരുന്നു ഡോക്ടർമാരുടെ വിധി. അതും വലിയൊരു സങ്കടമായിരുന്നു. എന്നാൽ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ പോരുന്നു. പുള്ളിക്കാരത്തി ഗർഭിണിയായി. ഞങ്ങൾ നാട്ടിൽ വന്നു, വീട്ടിൽ വന്നു. 73-ല് ഞങ്ങൾക്ക് അപ്പോയിൻമെന്റ് ഒരു ഇടവകയിലേക്ക് കിട്ടി. ആ ഇടവകയിലെ ആദ്യത്തെ അപ്പോയിൻമെന്റ് ആണ്. വളരെ പ്രയാസമുണ്ടായിരുന്നു, എങ്കിലും ദൈവം ഞങ്ങളെ നടത്തി. ആ വർഷം സെപ്റ്റംബർ മാസം 15-ാം തീയതി ഞങ്ങളുടെ മൂത്ത മകൻ ജനിച്ചു. ആ വർഷം അത് ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും അവർ കടന്നുപോയെങ്കിലും സഭാ ശുശ്രൂഷ വളരെ ഭംഗിയായി നടത്താൻ ദൈവം എന്നെ സഹായിച്ചു എന്ന് എനിക്ക് സാക്ഷിക്കാൻ സന്തോഷമുണ്ട്. ആ കഷ്ടതയിൽ കൂടെ ആ പീരീഡിലെല്ലാം കടന്നുപോയ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എന്നെ ധൈര്യപ്പെടുത്തി ഒരിക്കലും നിരാശപ്പെടാൻ എൻ്റെ കർത്താവ് അനുവദിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. 1973 മെയ് മാസം 5-ാം തീയതി എൻ്റെ ആദ്യത്തെ ഡീക്കൻ ഓർഡിനേഷൻ നടന്നു. അത് കഴിഞ്ഞ് 2-ാമത്തെ വർഷം എൻ്റെ പ്രെസ്ബിറ്റർ ഓർഡിനേഷനും കഴിഞ്ഞു. ആ സമയത്ത് അതിനുള്ളിൽ ഞങ്ങളുടെ 2-ാമത്തെ മകൻ ഞങ്ങൾക്ക് ലഭിച്ചു. ആ സെക്കൻഡ് ഓർഡിനേഷൻ 74 ഏപ്രിൽ മാസമായിരുന്നു. ആ വർഷവും ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എന്നെ ബിഷപ്പ് ഏൽപ്പിച്ചു. വലിയ ഒരു ഏരിയയുടെ ചുമതല ഉണ്ടായിരുന്നു. നടന്ന് തന്നെ ആ വർക്കെല്ലാം ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. അതെല്ലാം എനിക്ക് ഒരു വലിയ പരിശീലനമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് 78 ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിന് എന്നെ അയച്ചു. സിനഡിൽ ഞങ്ങൾ വടക്കേണ്ടിയിലെ ബീഹാറിലും അതുപോലെ പാറ്റ്നയിലും അവിടെ എല്ലാം പോയി ട്രെയിനിങ് കടന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. 78 എനിക്ക് അവിടുന്ന് ട്രാൻസ്ഫറായി
വേറൊരു ഇടവകയിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ ആ, വേറൊരു അവിടുത്തെ ഡെവലപ്മെന്റ് വർക്കിനുള്ള ആ, ഒരു ഫണ്ടും എല്ലാം ലഭിച്ചു. അവിടെ ആയിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ മോള് ജനിക്കുന്നത്. അതും വലിയൊരു മിറക്കിളായിരുന്നു. ഒക്ടോബർ 30 വൈഫിന്റെ ബർത്ത്ഡേ ആണ്. ആ ഡേറ്റിൽ തന്നെയാണ് ഞങ്ങൾക്ക് മോളെ ലഭിച്ചത്. വളരെ അപകടകരമായ അവസ്ഥയിൽ ദൈവം ഞങ്ങൾക്ക് വിടുതലും സമാധാനവും തന്നു. തുടർന്ന് ഞാൻ സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ട് ഡയോസിസിന്റെ കീഴിൽ ഡെവലപ്മെന്റ് വർക്ക്, അതുപോലെ മറ്റ് സ്പിരിച്വൽ പ്രോഗ്രാം എല്ലാം നടത്തിക്കൊണ്ടിരുന്നു. അത് തൊടുപുഴയ്ക്കടുത്ത മുട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയായിരുന്നു അത്. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ എനിക്ക് ഞങ്ങളുടെ ഡയോസിസ് പുതുതായിട്ട് കോട്ടയം ഡയോസിസ് ബൈഫിക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് എന്നെ നിയമിച്ചു. അതുകൊണ്ട് ഒരുപാട് വർക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഡയോസിസിൻ്റെ വർക്കിന്. ഒരുപക്ഷെ ഞാൻ കൊടുത്ത റിപ്പോർട്ടാണ് പ്രൊഫസർ ജോർജ് കോശി ഞാനും കൂടെ കൊടുത്ത റിപ്പോർട്ടാണ് സിനഡ് അംഗീകരിച്ച് മഹായിടവ രൂപീകരണം നടന്നത്. അത് കഴിഞ്ഞ് എനിക്ക് പള്ളിക്കുന്നിന് ട്രാൻസ്ഫർ കിട്ടി. പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ പീരുമേട്. ആ പീരുമേട് സഭയിൽ ചെന്നത് ദൈവം എന്നെ അങ്ങോട്ട് അയച്ചു. അവിടെ പോകാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രോഗമുണ്ടായിരുന്നു, ആസ്മ ഉണ്ടായിരുന്നു, തണുപ്പ് പ്രദേശമാണ്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. അവിടെ ചെന്ന് 81 മെയ് മാസത്തിൽ അവിടെ എത്തി. ആ ഒരു വർഷം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. എന്നാൽ 82 ഏപ്രിൽ മാസം 9 എൻ്റെ പെന്തക്കോസ്റ്റൽ അനുഭവമായിരുന്നു. 81 ഏപ്രിൽ മാസം 9 ആയിരുന്നു എൻ്റെ പെന്തക്കോസ്റ്റൽ അനുഭവം. അന്നൊരു ഗുഡ് ഫ്രൈഡേ ദിവസമായിരുന്നു. ഞാനൊന്ന് ഒരു ഓപ്പൺ എയർ മീറ്റിംഗ്, സാൽവേഷൻ ആരുടെ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയി. എനിക്കറിയില്ല, എന്തോ സംഭവിച്ച പോലെ തോന്നി. അന്ന് രാത്രി ഞാൻ വീട്ടിൽ വന്നു. വളരെ ക്ഷീണമുണ്ട്, വളരെ കഠിനാധ്വാനം ചെയ്യുന്നതാണ്. രാത്രിയായപ്പോൾ ഞാൻ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഉറക്കത്തില് ഏതാണ്ട് 1 മണിക്കൂറോളം അങ്ങനെ സ്തുതിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഉറക്കം തുടർന്നു. എനിക്ക് പിന്നെ കിടക്കാൻ പറ്റിയില്ല. കിടക്കാൻ സമ്മതിക്കാൻ ചാടി എഴുന്നേറ്റ്, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കട്ടിലെ അടുത്തുണ്ട്. ചാടി എഴുന്നേറ്റ് അടുത്തൊരു കൊച്ചുമുറിയുണ്ട്. ഞാൻ അങ്ങോട്ട് കടന്ന് ലൈറ്റിട്ട് ഒരു പാവിരിച്ച് മുട്ടുമേൽ നിന്നു. പെട്ടെന്ന് വലിയ ഒരു പ്രകാശം ആ മുറിയിൽ വ്യാപരിച്ചു. വലിയ ഒരു ശബ്ദം, ഒരു വലിയൊരു മുഴക്കവും ഉണ്ടായി. എനിക്ക് മുട്ട നിൽക്കാൻ പറ്റിയില്ല. ഒരു വലിയ ശക്തി എന്നെ കൂടെ വ്യാപരിച്ച് എൻ്റെ ശരീരം പൊട്ടിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. അവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ നൃത്തം ചെയ്യാൻ തുടങ്ങി ആ മുറിയിൽ കിടന്നുകൊണ്ട്. എനിക്ക് എൻ്റെ വായിൽ കർത്താവ് പുതിയ ഭാഷ തന്നു. അതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ലാത്ത ഭാഷ. എൻ്റെ കർത്താവുമായിട്ട് ഒരു വലിയ, എൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് എനിക്ക് ഒരു സ്ക്രീനിൽ കൂടെ കാണിച്ചു തന്നു. ഞാൻ പാപമല്ല എന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങളും അത് പാപമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അതെല്ലാം ഞാൻ അവിടെ ഏറ്റുപറഞ്ഞു, പ്രാർത്ഥിച്ചു, ഉപേക്ഷിച്ചു. രണ്ടാമത്തെ സ്ക്രീനിൽ എനിക്ക് കാണിച്ചു തന്നത് ഞാൻ ചെയ്യേണ്ടുന്ന ഭാവി കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിഷനായിരുന്നു. ദൈവം അത് തന്നു. അവിടെയും ചില അത്ഭുതങ്ങൾ നടന്നു. വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ എൻ്റെ ഭാര്യ വാതിക്കൽ വന്നിരുന്നു. പെട്ടെന്ന് ഞാൻ കാണുന്ന അവളുടെ വയറ്റില് ഒരു കറുത്ത ഒരു 10 പൈസയുടെ വണ്ണത്തിൽ എന്തോ കണ്ടു. ഇതേ ഞാൻ കണ്ടുള്ളൂ. 1 മിനിറ്റിനുള്ളിൽ ഞാൻ നോക്കുമ്പം പുള്ളിക്കാരത്തി വയറിളക്കവും ഛർദിയും കൂടെ അവിടെ ഇരുന്നുകൊണ്ട് കഴിഞ്ഞു. ഉടനെ പിന്നെ ഞാൻ ഹോസ്പിറ്റൽ മുറിയിൽ കൊണ്ടുപോയി അവിടെ ശുശ്രൂഷിച്ചു. കൊണ്ടുവന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. എൻ്റെ കർത്താവ് എന്നെ അന്ന് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തി, പരിശുദ്ധാത്മാവിൽ എന്നെ നിറച്ചു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്നു. ഈസ്റ്റർ സൺഡേ മോർണിംഗില് പള്ളിയിലെ ആരാധനയ്ക്ക് പോയി. എനിക്ക് തന്നെ അറിയില്ല അന്നത്തെ ശുശ്രൂഷ. ആളുകൾ പറഞ്ഞ് എന്തോ സംഭവിച്ചു, ഒരിക്കലും ഇല്ലാത്ത രീതിയിലാണല്ലോ ഇന്നത്തെ ശുശ്രൂഷയും പ്രസംഗവും എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പൊ തന്നെ അന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച ഒരു കണ്ടക്ടറുണ്ട് അങ്ങേരുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന അനൗൺസ് ചെയ്യാൻ. ആരോടും ചോദിച്ചില്ല, അനൗൺസ് ചെയ്തു. അടുത്ത വെള്ളിയാഴ്ച
ആദ്യത്തെ സംഭവമാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ വലിയൊരു വീടിന്റെ എല്ലാ മുറികളിലും ആളുകൾ കൂടിയിരിക്കുകയാണ്. ഞാൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 6 സ്ത്രീകൾ ആത്മാവിലായി. അവര് പുതുഭാഷകൾ സംസാരിച്ചു. ഞാനൊക്കെ അവരെ പരിചയമില്ല. മീറ്റിംഗ് കഴിഞ്ഞ് അവരെ പരിചയപ്പെട്ടപ്പോൾ 6 പേരും ഹിന്ദുക്കളായിരുന്നു. അവർ പിന്നീട് ആ വീട്ടിലുള്ള എല്ലാവരും വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു. അതുപോലെ കുറേയധികം അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. അനേക വീടുകളിൽ വിടുതലുണ്ടാകാൻ തുടങ്ങി. ഭൂതങ്ങൾ പുറത്തു പോകാൻ തുടങ്ങി. രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. ഞങ്ങൾ ആദ്യത്തെ സ്നാനം 24 പേർക്കായിരുന്നു. ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല എങ്ങനെയാ സ്നാനപ്പെടുന്നത്. മലത്തിയാണോ കമത്തിയാണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു, ഈ സ്നാനത്തിന് മുമ്പ് ഒരു ചെയിൻ പ്രെയർ അറേഞ്ച് ചെയ്തു. അത് 64 പേരൊന്ന് ആ പ്രെയറിലെ കൂടി 24 മണിക്കൂർ ഞങ്ങൾ ചെയിൻ പ്രെയർ നടത്തിയിട്ടാണ് തോട്ടിലേക്ക് പോകുന്നത്. ഈ 24 പേരെയും കൊണ്ട് സഭ മക്കൾ മുഴുവനുണ്ട്. വലിയ ഘോഷയാത്രയായിട്ടാണ് ഞങ്ങൾ തോട്ടിലേക്ക് പോകുന്നത്. അവിടെ കണ്ടൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, എനിക്ക് ദർശനത്തിൽ ശനിയാഴ്ച കണ്ട ദർശനം ആ തോടാ. ഞാൻ ആ തോട്ടിലേക്ക് മുമ്പേ പോകുന്നു. ജനങ്ങളെല്ലാം വരിയായിട്ട് വരുന്നു. ഞാൻ അവരെ സ്നാനപ്പെടുത്തുന്ന ഒരു ദർശനം കണ്ടു. ആദ്യത്തെ ശുശ്രൂഷയാണത്. ഞാൻ കണ്ടിട്ടില്ല, ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ ദൈവം സഹായിച്ചു. അവിടെ വിശ്വസിക്കുന്ന കുറെ നല്ല വിശ്വാസികള് ഒരു ടീമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സ്നാനപ്പെടുത്താൻ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ നിന്നിന്റെ മുകളില് ദൈവം അഗ്നിയിൽ പ്രത്യക്ഷനായി. ചില ആളുകൾ അത് കണ്ടു. ഒരാൾ അതിന്റെ ഫോട്ടോ എടുത്ത് പിന്നെ കാണിച്ചു. ഞങ്ങളൊന്നും അതിനെ മഹത്വം എടുത്തില്ല. ദൈവം മഹത്വം മുഴുവൻ ദൈവത്തിനാണ്. ഞങ്ങൾ തോട്ടിലാണ് നിൽക്കുന്നത്. തോട്ടിന്റെ മുകളിൽ മേഘത്തില് ആ മേഘത്തിൽ ഇങ്ങനെ ആ ഉച്ചയ്ക്ക് സമയത്ത് നല്ല ഈ രാത്രിയിലെ പോലെ നിറത്തിൽ ചുവന്ന നിറത്തില് ഇതുണ്ട്, മേഘം പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ ഫോട്ടോ എടുത്ത് അവർ പിന്നീട് എന്നെ കാണിച്ചു. ഞാനിതൊന്നും കാണുന്നില്ല, നോക്കുന്നുമില്ല. അവർ പിന്നീട് കണ്ടു. അത് വലിയൊരു ബ്രേക്ക് ആയിരുന്നു. ആ വലിയൊരു ഉണർവ്. അതിനകത്തും ഈ തോട്ടിൽ നിന്ന് കയറിയ എല്ലാ ആളുകളും ആത്മനിർവ്വയിലാണ് തോട്ടിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കയറുന്നത്. വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴെല്ലാവരും ആത്മാവിലായി. അവരാണ് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവരെല്ലാം ദൈവം എടുത്ത് ഉപയോഗിക്കും. ഇതെല്ലാം പാവപ്പെട്ട വിശ്വാസികളാ, എസ്റ്റേറ്റിലെ പണിക്കാരാണ്. ആ പണക്കാരെന്ന് പറഞ്ഞ ആരും അതിനകത്തുണ്ടായിരുന്നില്ല. ഇവരെല്ലാം പിന്നെ ആർക്കും അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഇവരെല്ലാം പണി കഴിഞ്ഞിട്ട് ഓരോ വീടുകൾ കയറി ഇറങ്ങി. അവരൊന്നും പഠിപ്പിച്ചതല്ല, അവർക്ക് അടങ്ങിയിരിക്കാൻ ദൈവം അനുവദിച്ചില്ല. വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പറയാൻ, അവരുടെ സാക്ഷ്യം പറയാൻ, അങ്ങനെ ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങി. ഓരോ ഏരിയകളിൽ 6-7 ദിവസവും ഞങ്ങൾക്ക് പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പള്ളിയിലെ ആരാധന മാത്രമല്ല. എൻ്റെ അസിസ്റ്റന്റ് ഒരു വിദേശം ഉണ്ടായിരുന്നു. പുള്ളി ഒരു ഭാഗത്ത് പോവും, ഞാൻ വേറൊരു ഭാഗത്ത് പോവും. അങ്ങനെ അവിടെ വലിയ അത്ഭുതങ്ങൾ, അനേക അടയാളങ്ങൾ, പൂജാരിമാർ രക്ഷിക്കപ്പെട്ടു. ഒരു സംഭവം ചേർത്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത് വലിയൊരു അത്ഭുതം ആ ദേശത്ത് വലിയ സാക്ഷ്യമായിരുന്നു. ഞങ്ങളുടെ പള്ളിക്ക് ഒരു 10-16 ഏക്കർ സ്ഥലമുണ്ട്. അത് ഭയങ്കര വനം പോലെ കിടക്കുന്ന സ്ഥലമാണ്. ഞാനൊന്ന് കാണാൻ വേണ്ടിയിട്ട് കപ്പ്യാരെയും വാച്ചറേയും വിളിച്ചുകൊണ്ട് അരികെ പോകുമ്പോൾ വലിയ 2 ആൽമരം നിപ്പുണ്ട്. ആ ആൽമരത്തിന്റെ ചൂട്ട് ഞാൻ നോക്കുമ്പോൾ കയ്യാല കെട്ടിയിട്ട് ഒരു തറയുണ്ടാക്കി അതിനകത്ത് പൂജ നടത്തുന്നിടത്ത് എൻ്റെ മനസ്സിടിങ്ങി പോയി. ഭയങ്കര വിഷമം തോന്നി. പള്ളിപ്പറമ്പിലാണല്ലോ ഇതിരിക്കുന്നത്. ഞാൻ അവരോട് ചോദിച്ചു. അവരൊക്കെ കഴിഞ്ഞാടിലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ഇവിടെ ആരും പറഞ്ഞില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത് ഭയങ്കരമാണ്, അതുകൊണ്ട് ഇത് നീ പ്രവർത്തിക്കണം. ഉടനെ തന്നെ ആ 2 ആൽമരം വെട്ടണം. അവിടെ കാപ്പി കൃഷി ചെയ്യാനായിട്ട് ആൽമരം വെട്ടിയാലേ ഇത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ കമ്മിറ്റി കൂടി ആൽമരം വെട്ടാൻ തീരുമാനിച്ചു. ഞാൻ കപ്പ്യാരെ വിട്ടിട്ട് ഇത് വെച്ച ആ പൂജാരിയോട് ആവശ്യപ്പെട്ടു, നീ ഇത് കൊണ്ടുപോക്കൂ, ഞാനായിട്ട് കളയുന്നില്ല, ഇവിടെ പള്ളിപ്പറമ്പ് ഞാൻ മരം വെട്ടാൻ പോവുക, അതുകൊണ്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അയാൾ വെല്ലുവിളിച്ചു, മരം വെട്ടി ആ 2 എണ്ണമെങ്കിൽ ചത്തു വീഴുമെന്ന് പറഞ്ഞു. ഞാൻ പണിക്കാരെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, വെട്ടാൻ പറ്റുമോ? എന്നോട് പറഞ്ഞു, അച്ഛൻ 1 കോടാലി വെട്ടാമെങ്കിൽ ഞാൻ വെട്ടാമെന്ന് പറഞ്ഞു. അവർ വെട്ടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 1 അല്ലടാ 10 കോടാലി വെട്ടാം, ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് പറഞ്ഞു. അന്ന് രാവിലെയും അയാൾ വെല്ലുവിളിച്ചു ഇത് കാണുന്നു പറഞ്ഞിട്ട്. ആൾക്കാരങ്ങ് കൂടി, 500 ആൾക്കാർ ഇത് കാണാനായിട്ട് കൂടി. അവിടെ ഞാൻ ഒന്ന് വെട്ടിയില്ല, ഞാൻ പ്രാർത്ഥിച്ച് വരം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി അച്ഛൻ വെട്ടണ്ട, ഞങ്ങള് വെട്ടിക്കോളാന്ന് പറഞ്ഞു. പള്ളിക്കാര് തന്നെയാ
അവന്മാരെ മരത്തെ കയറി വടവിട്ട് മരം ഒരു 12 മണിയോടുകൂടെ വലിയ ഉച്ചത്തില് മരം വീണു. മരം വീണ് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഓടി വന്നു. ഇതെങ്കിലും സംഭവിച്ചോ? ഒരാൾക്ക് ഒരു ഇലയുടെ പോലും പോറലേറ്റില്ല. ദൈവം അത് അപ്പൊ ആൾക്കാർ പറയാൻ തുടങ്ങി, അവന്റെ ദൈവം വലിയ ദൈവമാണെന്ന് പറയാൻ തുടങ്ങി. ആ പൂജാരിക്ക് വിഭ്രാന്തിയായി. അങ്ങനെ ഒരു 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 മാസം കഴിഞ്ഞപ്പോൾ പൂജാരിയുടെ മകൾക്ക് 3 വർഷമായി തുടങ്ങിയ രക്തസ്രാവം, ബ്ലീഡിങ് ആയിരുന്നു. ഒത്തിരി മരുന്നൊക്കെ ചെയ്തിട്ടും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് പേടിച്ചിരുന്നു. ഒരു സന്ധ്യ, അന്ന് ഓൾ നൈറ്റ് പ്രയർ നടക്കുന്ന ഒരു ശനിയാഴ്ച, ഇവര് എങ്ങോട്ടാ പോകാൻ നിർത്തില്ലാതെ വെളിയിലെ ഗേറ്റിങ്ങിലാണ് ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വന്ന് ഈ അമ്മയും മകളും കൂടെ ഇങ്ങനെയൊക്കെ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ. അപ്പോ ഒരാൾ അവിടെ കടക്കാരന് ചോദിച്ചു, നീ എങ്ങോട്ടാ പോകുന്നത്? അപ്പം പറഞ്ഞു ഇങ്ങനെയാ സംഭവം. അപ്പൊ ആ ഒരു വിശ്വാസിയായ ഒരു പോർട്ട് ഓഫ് ഫ്രെയിംകാരനുണ്ട്. അയാൾ പറഞ്ഞു, നീ വേഗം വേലപ്പാറയ്ക്ക് വെക്കൂ, അവിടെ ഒരു മുസ്ലിം ഉണ്ട്, അങ്ങേരോട് പറഞ്ഞാൽ അങ്ങേര് ഇത് മാറ്റിത്തരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടിരുന്ന ഒരു മുസ്ലിം ഓടി വന്നിട്ട് പറഞ്ഞു, ഞാനമ്മേ നീ അങ്ങോട്ടെങ്കും പോണ്ട, നീ നേരെ ഗേറ്റ് കടന്ന പള്ളിയിലോട്ട് ചെല്ല, അവിടെ അച്ഛൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. സന്ധ്യയോടുകൂടി അമ്മയും മകളും അവിടെ വന്നു. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവളുടെ രക്തസ്രാവം ദൈവം മാറ്റിക്കൊടുത്തു. പിറ്റേ ദിവസം അവള് പള്ളി വന്നില്ല. പള്ളി വരെ ഞാൻ പറഞ്ഞില്ല. അവർ തോട്ടി കുളിക്കാൻ പോയപ്പോൾ ഒന്ന് പേടിച്ചു. ബ്ലീഡിങ് വീണ്ടും കൂടി അവശതയായി. തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ ഈ അമ്മയും മകളും കൂടെ വീണ്ടും വന്ന് അവൾ വളരെ അവശതയായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ നാമം ദൂഷിക്കപ്പെടാൻ പാടില്ല, നീ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറയും. ഉടനെ കർത്താവിനോട് പറഞ്ഞു, നീ ഇന്ന് തന്നെ വൈകിട്ട് അവരുടെ വീട്ടിൽ പോകണം, പള്ളിയുടെ അടുത്ത് തന്നെ ആ വീട്. ഞാൻ അകപ്പിയാരെ വിളിച്ചുകൊണ്ട് രാത്രി അവിടെ ഞാൻ വൈകിട്ട് വരുമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ ചെന്നപ്പോൾ അങ്ങൊരു പൂജാരിയാണ്, ഹിന്ദുക്കളെ ഫോട്ടോ എല്ലാം വെച്ച് ആരാധിക്കുന്നതാണ്. ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച, അവരുടെ വീട് കട്ടിലും മേശയും എല്ലാം മുറ്റത്തിട്ട് കഴുകി ഒരുക്കി മെഴുകി എല്ലാവരും ഒരുങ്ങിയിരിക്കുക കർത്താവിനെ സ്വീകരിക്കാനായിട്ട്. അന്ന് രാത്രി ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവളുടെ ബ്ലീഡിങ് പൂർണ്ണമായിട്ട് നിന്നു. അവർ അടുത്ത ആ മാസത്തിൽ തന്നെ അവരെല്ലാവരും സ്നാനപ്പെട്ടു കുടുംബമായിട്ട് പള്ളിയിൽ ചേർന്നു. ആ മകള് പോയി, ആ അമ്മ, അവളുടെ പേര് ഞാനമ്മ എന്ന, എഴുതാൻ അറിയാൻ മേല, വായിക്കാൻ അറിയാൻ മേല, അവൾക്ക് ഒന്നറിയാം. അവള് കൊളിന്തെടുക്കാൻ പോകുമ്പോൾ വഴി കാണുന്ന ഓരോരുത്തരും പറയും, ഞങ്ങളെ യേശു രക്ഷിച്ചു, ഞങ്ങൾക്ക് സമാധാനം തന്നു, എൻ്റെ മോൾക്ക് സൗഖ്യം കൊടുത്തു, നിങ്ങൾ വിശ്വസിച്ചാൽ യേശു നിങ്ങൾക്ക് സൗഖ്യം തരും എന്ന് പറയും. അങ്ങനെ അവളുടെ സാക്ഷ്യം കൊണ്ട് ആ എസ്റ്റേറ്റില് ഒരുപാട് ആളുകൾ സ്നാനപ്പെടാനിടയായി തീർന്നു. അങ്ങനെ അവരിൽ കൂടെ, ഈ വിശ്വാസികൾ കൂടെയാണ് സഭ വളർന്നത്. ഞാൻ ചുരുക്കമായി പറയട്ടെ, ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഇവരുടെ സാക്ഷ്യം കൊണ്ട്. അതുപോലെ മറ്റ് എസ്റ്റേറ്റുകളിലെല്ലാം കൂട്ടായ്മകൾ നടക്കാൻ തുടങ്ങി. ചെല്ലുന്നിടത്തെല്ലാം രോഗികൾ സൗഖ്യം പ്രാപിക്കുക, വിടുതൽ പ്രാപിക്കുക. എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. ശനിയാഴ്ച തോറും മാസത്തിലൊരു ഓൾ നൈറ്റ് പ്രയർ ഉണ്ട്. ഇത് മുഴുവൻ ആളുകൾ ഇടിച്ചു കയറി വരിക, അടുത്ത സഭക്കാരും വരും. അങ്ങനെ വലിയ ഉണർവ് അവിടെ നടന്നു. പിന്നെ അടുത്ത സ്നാനം നടക്കുന്നത് 106 പേർക്കാണ്. ആ 106 പേർക്ക് സ്നാനം അറേഞ്ച് ചെയ്തു. അതിനകത്ത് ഒരു ബിയക്കാരൻ, ഒരു ഹിന്ദു ഉണ്ട്. അവന്റെ ഭാര്യ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അവള് ഹിന്ദുവാ. അവള് പറഞ്ഞു, നീ മതം മാറിയിട്ട് വന്നാൽ കത്തുകൊണ്ട് നിന്റെ തല ഞാൻ വെട്ടിക്കളയും, കഴുത്ത് വെട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ടും അവൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നത്. പിറ്റേ ദിവസം സ്നാനം നടക്കേണ്ടതാണ്, ഞായറാഴ്ച സ്നാനം. അന്ന് ഉപവാസനം അവന് ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, അവള് ഇങ്ങോട്ട് സ്നാനപ്പെടാൻ വരുമെന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞു. അന്ന് ശനിയാഴ്ച ഉപവാസം കഴിഞ്ഞ് അവൻ വീട്ടിൽ ചെന്നപ്പോൾ അവന്റെ ഭാര്യ കത്തിയും കൊണ്ടല്ല ഇരിക്കുന്നത്. അവള് പറയുക, നിങ്ങളുടെ അച്ഛനോട് പറയാ എനിക്കും സ്നാനം വേണം, എന്നെയും കൂടെ സ്നാനപ്പെടുത്തണം. അവളെയും കൊടുത്ത് പിറ്റേ ദിവസം അവൾക്ക് നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു.
അങ്ങനെ ആ 106 പേരെ സ്നാനപ്പെടുത്തും. അത് വലിയൊരു സാക്ഷ്യമായിരുന്നു. ബിഷപ്പാകാൻ പോകുന്ന അച്ഛനായിരുന്നു. അതൊരു നവംബർ മാസത്തിലാണ്. ബിഷപ്പാകാൻ പോകുന്ന ജനുവരി മാസത്തിൽ അങ്ങനെ ബിഷപ്പാകാനുള്ള സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ആളാണ്. ഞങ്ങൾ സ്നാനപ്പെടാനായിട്ട് തോട്ടി പോയപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, ജോസഫച്ചൻ സ്നാനപ്പെടുത്തി, എനിക്ക് പരിചയമില്ല. ഞാൻ പറഞ്ഞു, ഇല്ല തിരുമേനി, നമുക്ക് രണ്ടുപേരും കൂടി ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി. ഭയങ്കര വെയിലാണ്, കൊടയും ചൂടി ആൾക്കാർ നിൽക്കുന്നത്. ഈ സാധാരണ രീതിയിലെ സീനിയർ അച്ഛനാണല്ലോ. ഞാൻ ആരാധന പുസ്തകമുണ്ട് സ്നാനത്തിന്റെ, അത് ഞാൻ ഒരിക്കലും വായിക്കാറില്ല തോട്ടില്, അത് എടുക്കാറില്ല. ഞാൻ എക്സ്റ്റംപറേസ് പ്രേയറേ ചെയ്യാറുള്ളൂ. അത് ദൈവം നടത്തുന്നുണ്ട്. എനിക്കൊരു വിഷമം, അതുകൊണ്ട് ഞാൻ ഈ അച്ഛനും ഞാനും കൂടെ നിന്ന് ഞാൻ 2 പാരഗ്രാഫ് പ്രാർത്ഥന വായിച്ചു. അത്രയും വെയിലുണ്ടായിരുന്നു, ഒരൊറ്റ മഴയെന്ന് പറഞ്ഞാൽ ഇതിന് ശരിയായൊരു മഴ. പുസ്തകം വായനയൊക്കെ നിർത്തി, പുസ്തകം മടക്കി അടുത്ത് നിന്നവരെ കൂടെയുള്ളവർക്ക് കൊടുത്തു. അച്ഛനൊത്തിരി പ്രായമുണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ വെള്ളത്തിൽ നിന്ന് 106 പേരെയും സ്നാനപ്പെടുത്തി. അതിൽ അതിശയം എന്ന് പറയുന്നത്, ഇത്രയും പേരെ സ്നാനപ്പെടുത്തി 1.5 മണിക്കൂറെടുത്ത് ആ വെള്ളം കലങ്ങിയില്ല, വെള്ളത്തിന്റെ അളവ് കൂടിയില്ല. സാധാരണ ഇതിൽ വെള്ളം വന്നാൽ അത്രയും മഴ പെയ്യേണ്ട, തോട് കവിഞ്ഞ് വെള്ളം ഒഴുകേണ്ടതാ, കലങ്ങി വരേണ്ടതാ. പക്ഷെ ഇത്രയും പേരെ സ്നാനപ്പെടുത്തിയിട്ടും വെള്ളം കലങ്ങിയില്ല, ആർക്കും ഒരു പ്രയാസം ഉണ്ടായില്ല. ആ അച്ഛൻ അന്ന് പള്ളി വന്നവർ, ഇത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളി വന്ന് ശുശ്രൂഷയുണ്ട്. അച്ഛനൊന്ന് പറയാം, എൻ്റെ തലയിൽ ഒരു തുള്ളി വെള്ളം വീണാൽ അന്നേരം ഞാൻ തുമ്മും, എനിക്ക് ജലദോഷം ഉണ്ടാകും. പക്ഷെ ഇത്രയും നേരം നനഞ്ഞിട്ടും ഞങ്ങൾ ഡ്രസ്സ് മാറിയില്ല, സാധാരണ ഡ്രസ്സ് മാറിയില്ല, നനഞ്ഞിട്ടും എനിക്കൊരു തുമ്മലോ ജലദോഷമോ ഉണ്ടായില്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. ആ 106 പേര് അവരുടെ കുടുംബങ്ങളാ പിന്നെയും സഭ വളരാൻ കാരണമാക്കുന്നത്. അങ്ങനെ സഭ വളർന്നുകൊണ്ടേയിരുന്നു. ചില ഉപദേശമാരെ ഞാൻ അവിടെ നിയമിച്ചു, അവരും ആത്മനിർഭരായി. അടുത്ത വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഞാൻ ഒരുമിച്ച് ഒരു ദിവസം സ്നാനപ്പെടുത്തിയത് 117 പേരെയാണ്. 117 പേരെ. അതിൻ്റെ ഒരു ഉപസഭ ആണ്. അവിടെ വർക്ക് വിടുന്ന് ഞങ്ങള് ചർച്ച ചെയ്യുന്ന വലിയ ഘോഷയാത്രയായിട്ട് 10,000 ആൾക്കാരുണ്ട്. ഘോഷയാത്രയായിട്ട് വള്ളക്കടവ് എന്ന് പറയുന്ന പെരിയാറില് ഡിസംബർ മാസത്തിലാണ് സ്നാനം. അതിഭയങ്കരമായ തണുപ്പ്, വെള്ളത്തിൽ അവിടെ നിൽക്കാൻ നിവൃത്തിയില്ല. ഇത്രയും ആൾക്കാരെ സ്നാനപ്പെടാനുള്ളവരെ തോടിന്റെ കരയ്ക്ക് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവർ പാട്ടും ഹല്ലേലൂയ സ്തോത്രവും, ഭയങ്കര സംഭവമായിപ്പോയി. ഞാൻ വെള്ളത്തിലോട്ട് കാല് മുക്കി എൻ്റെ കാല് പുറകോട്ട് വലിച്ചു, തണുപ്പ് കാരണം. പക്ഷെ ധൈര്യപ്പെട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒഴുകി വരുന്ന വെള്ളം ചെറിയ ചൂടുവെള്ളം. 117 പേരെയും ഞാൻ ആ വെള്ളത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് സ്നാനപ്പെടുത്തി. ആ സ്നാനപ്പെട്ടവർക്കെല്ലാം ഈ ചൂടുവെള്ളം അനുഭവപ്പെട്ടു. വലിയൊരു സംഭവം, വലിയൊരു സാക്ഷ്യമായിരുന്നു. ഒഴുകി വരുന്ന വെള്ളം, അത് അങ്ങനെ ആയി കാണുന്നത്. ഇത് ഞാൻ അനുഭവിച്ചു, അവരനുഭവിച്ചു, ആളുകളെല്ലാം സാക്ഷ്യം പറഞ്ഞു. വീണ്ടും ഞങ്ങൾ പള്ളിയിൽ ചെന്ന് ആരാധന തുടർന്നു. വന്ന ആൾക്കാരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അങ്ങനെ വലിയ ഉണർവ്. പിന്നെയും അനേക വീടുകളിലെ സ്നാനം നടന്നു, സഭയിൽ പ്രാർത്ഥന നടന്നു, ദൈവ അത്ഭുതം പ്രവർത്തിച്ചു. ഒരു വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞ സഭയുടെ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ പറയുക. സഭയുടെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന ദിനക്കാരനെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ശനിയാഴ്ച വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു എസ്റ്റേറ്റിലെ സഹോദരിമാര്, പുതിയ വിശ്വാസികളാണ്. അവർ പറഞ്ഞു അവരുടെ എസ്റ്റേറ്റിൽ ഒരു സ്ത്രീ തളർന്നു കിടപ്പുണ്ട്. എസ്റ്റേറ്റിൽ കൊളുന്തെടുക്കുന്നതിന് 1ാം സമ്മാനം മേടിച്ച പെണ്ണ, 35-36 വയസ്സേ ഉള്ളൂ. ഒരു മകനുമുണ്ട്, ഭർത്താവുണ്ട്. അവര് നടുവിന് വേദന വന്നിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ നടത്തണം. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ തിരുവനന്തപുരം ശ്രീത്രയെ കൊണ്ടുപോകണം. 1 ലക്ഷം രൂപ ചെലവും. അത് 84-ലാണ്. അപ്പോൾ അങ്ങേരെ ഒരു യൂണിയന്റെ നേതാവാണ്. അങ്ങേരെ അവിടെ നിന്ന് ചിന്തിച്ചു, ഹിന്ദുക്കളാ. അവർ പറഞ്ഞു ഞാൻ ഏതായാലും, അപ്പം പറഞ്ഞു
ഓപ്പറേഷൻ ചെയ്താലും 10% രക്ഷയുള്ളെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു എന്നാൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം, വീട്ടിൽ കിടന്ന് ഞാൻ ശുശ്രൂഷിച്ചോളാം എന്ന് വീട്ടിൽ കൊണ്ടുവന്നു. 3 വർഷത്തോളം അങ്ങനെ സംഭവിച്ച് കിടന്നതാ. അന്ന് വൈകിട്ട് ഞങ്ങള് എസ്റ്റേറ്റിൽ വേറൊരു ഹൈന്ദവ സഹോദരിയെ മെഡിക്കലിൽ കൊണ്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കാൻ അവിടെ പോകുന്ന ഞാൻ ചെന്ന് പ്രാർത്ഥിക്കണം ആൾക്കാർക്ക്. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആ വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ മകന് അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു അച്ഛനോട് വീട്ടിൽ വരെ വരാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുവരെ അവിടെ പോയിട്ടില്ല. അന്ന് ഞങ്ങളെല്ലാവരും കൂടെ, എൻ്റെ ഭാര്യയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ആ വീട്ടിൽ ചെന്നപ്പോൾ മുറ്റത്തുകൂടെ ഈ സ്ത്രീ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ കഴിഞ്ഞ രാത്രി ഇവിടെ വന്നില്ലേ? രാത്രി 12 മണിയായപ്പോൾ അച്ഛൻ ഇവിടെ വന്നല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ വന്നില്ല. ഇല്ലെന്ന് അച്ഛൻ വന്ന. ആരാ ഇവിടെ വന്നെന്നറിയാം, അച്ഛനാ വന്നെന്നറിയാൻ ഞാൻ മകനെ വിട്ടതാ, അച്ഛൻ തന്നെയാ വന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കുറിപ്പെഴുതി, ഒരു മരുന്നിന്റെ കുറിപ്പെഴുതി എൻ്റെ മകൻ്റെ കൊടുത്തു. മകനത് വാങ്ങിച്ചു കൊണ്ടുവന്ന് എനിക്ക് തന്ന് ഞാൻ തിന്നു. അവൾ ഉറക്കത്തിൽ കാണുന്ന ദർശനമാണ്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ആ എഴുന്നേറ്റ മുറ്റത്തോടെ അവൾ നടക്കാൻ തുടങ്ങി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സഭ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുമെന്ന് പറയാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ പ്രാർത്ഥനയല്ല, സഭയുടെ പ്രാർത്ഥനയാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ സ്ത്രീ പള്ളിയുടെ വാതുക്കയിപ്പുണ്ട്. ഒരു 3/4 കിലോമീറ്റർ കയറ്റമുണ്ട്, ഒരു 3/4 കിലോമീറ്റർ ഇറക്കമുണ്ട്. എല്ലാവരും പള്ളി വരുന്നുമ്പ് ഈ സ്ത്രീ അവിടെ പള്ളിയുടെ വാതുക്ക് നിൽക്കുക. ദൈവം ആ കുടുംബത്തെ അത്ഭുതകരമായി രക്ഷിച്ചു. അവരെല്ലാം കർത്താവിൻ്റെ സാക്ഷികളായി തീർന്നു. ഞാനിത് പറഞ്ഞപ്പോൾ ആ സഭയിലുണ്ടായ അനുഭവങ്ങൾ അത് ആ ചുറ്റുപാട് മറ്റ് ഇടവകളിലേക്കും കൂടെ വ്യാപിക്കുവാനിടയായി തീർന്നു. ഇവരെല്ലാവരും ഈ പഴയ വിശ്വാസികളുണ്ട്, അവരതിനോട് അനുകൂലമല്ലായിരുന്നു. എങ്കിലും ഈ പുതിയ ആളുകളെ കുറിച്ച് ഏതാണ്ട് 4 വർഷം കൊണ്ട് 700 ചെല്ലുവാനും ആളുകളെ, ഹിന്ദുക്കളെ സ്നാനപ്പെടുത്തി ആ സഭയിൽ ചേർക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. എന്റെ പ്രവർത്തനം പള്ളിക്കുന്ന് എന്ന് പറയും, പീരുമേട്, കുട്ടിക്കാനത്തിനടുത്ത്. അത് വലിയ ഒരു ഉണർവ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമായിരുന്നു. അതുകൊണ്ട് പിന്നീട് അവിടുന്ന് ഞങ്ങൾ 86 അവിടുന്ന് ഞങ്ങൾക്ക് സ്ഥലം മാറ്റം കിട്ടി. സ്ഥലം മാറ്റം കിട്ടിയത് മഹാഡയുടെ ഒരു സ്പെഷ്യൽ മിഷണറായിട്ട് ആ ബിഷപ്പ് എന്നെ നിയമിച്ചു. എന്നോട് 2 ഓപ്ഷൻ പറഞ്ഞു. ഒന്നെങ്കിൽ കുവൈറ്റിന് പോകാം, അവിടെ 3 വർഷത്തെ സേവനം ചെയ്യാം, സാമ്പത്തികമായിട്ട് കുറച്ച് ഗുണം കിട്ടുമെന്ന് പറഞ്ഞു. 2ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞ് മഹാഡയുടെ മിഷണറി വേല ചെയ്യണം. അച്ഛനെ ഏതാ തിരഞ്ഞെടുക്കുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മിഷണറി വേല ചെയ്തോളാം. അങ്ങനെ ആ മിഷണറി ചാർജായി. 86 അതുപോലെ തന്നെ അനേക അത്ഭുതങ്ങൾ നടന്നു. എന്നോട് ദൈവം കർത്താവ് പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ചായിരുന്നു ഞാൻ ഓരോ കാര്യം നീക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ സ്വന്തം താല്പര്യം ഒന്നും ചെയ്യാറില്ല. 86 നവംബർ മാസത്തിൽ എന്നോട് കർത്താവ് പറഞ്ഞു, നീ ഒരു 70 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് മഹാരുടെ എല്ലാ സഭകളിലേക്കും അയക്കണം. വലിയ ഉണർവ് അയക്കാൻ പോവുക. 70 പേരെ, അതിനകത്ത് സഭാ ശുശ്രൂഷകരുണ്ടായിരുന്നു, മറ്റേ സാധാരണ വിശ്വാസികളുണ്ടായിരുന്നു. 7 ദിവസവും ഫാസ്റ്റിംഗ് ആണ്. ആ 7 ദിവസത്തെ ഫാസ്റ്റിങ്ങിൽ തന്നെ പലർക്കും സൗഖ്യം ലഭിച്ചു. 7ാമത്തെ ദിവസം കർത്താവിനോട് പറഞ്ഞു, ഇന്ന് രാവിലെ പ്രസംഗിക്കണ്ട, ആരാധനയും വേണ്ട, പക്ഷെ ജനത്തോട് പറയണം ഇന്ന് നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുക. അതുകൊണ്ട് കർത്താവിൻ്റെ ശബ്ദം കേൾക്കും. ഞാൻ പറഞ്ഞു, പള്ളിയിലെ ആരും ഇന്ന് ഒന്നും പറയുന്നില്ല, ഒരു ഹല്ലേലൂയ സ്തോത്രം ഒന്നും പറയുന്നില്ല. കർത്താവ് ഇവിടെ ഉണ്ട്, നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുക. അതുകൊണ്ട് എല്ലാവരും ശാന്തമായി ശ്രദ്ധിക്കാൻ പറഞ്ഞു. ആ ആൾക്കാരെല്ലാം, പള്ളി നിറയെ വേറെ ആൾക്കാരും വന്നു. ഞങ്ങള് നിശബ്ദമായി കർത്താവിനെ കാത്തിരിക്കുക, ഞാൻ ഉൾപ്പെടെ. സംഭവിച്ചത് ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു വിവശതയിലായിപ്പോയി. ട്രാൻസ് എന്ന് പറയും, ട്രാൻസിലായിപ്പോയി. ഞാൻ കാണുന്ന ദർശനം, എൻ്റെ യേശു വന്ന് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സൺ ഐ ലവ് യു എന്ന് പറഞ്ഞു. മകനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ആ ശബ്ദം യേശുവിനെ ഞാൻ മുഖാമുഖമായി കണ്ടു. എനിക്ക് ആ ശബ്ദം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആ ശബ്ദം ഉൾക്കൊള്ളാൻ പറ്റാതെ ഞാൻ ഉറക്കെ കരഞ്ഞു. എന്റെ കരച്ചിലായിരുന്നു പള്ളിക്കകത്ത് മുഴങ്ങിയത്. എന്നിട്ട് കർത്താവ്, ആ കരച്ചിൽ ഞാൻ, കർത്താവ് എന്നോട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക,
ഫോളോ മീ എന്ന് പറഞ്ഞു. ഞാൻ എന്നെ കാണിക്കുന്നത് യോർദാനിലെ സ്നാനം മുതൽ കാൽവറിയിലേക്ക് പോകുന്ന യാത്ര വരെ എന്നെ യേശു കൊണ്ടുപോവുക. ഓരോ സംഭവങ്ങളിലും എന്നെ കൂടെ കൂടെ കൊണ്ടുപോയി. യേശുവിന്റെ ഗസമനയിലെ അനുഭവവും അത് കഴിഞ്ഞ് അറസ്റ്റും ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന ആ സമയം ഞാനും കൂടെ പോവുക, ചേർന്ന് പോവുക. വലിയ കൂട്ടം ആളുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോൾ യേശു കർത്താവ് ആ കുരിശ് എൻ്റെ തോളയിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, ചുമക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ നിലവിളിച്ചു, എനിക്ക് ചുമക്കാൻ പറ്റിയില്ല, ഇറ്റ്സ് ഹെവി ലോഡ് എന്ന് പറഞ്ഞു. എന്നിട്ടും കുരിശ് മാറ്റിയില്ല. ഞാൻ നോക്കുമ്പോൾ ആ ബലമുള്ള കൈ കൊണ്ട് ആ കുരിശടി താങ്ങി നിർത്തി. എനിക്ക് പിന്നെ വെയിറ്റ് അനുഭവപ്പെട്ടില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാക്കാണ് ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങി കേൾക്കുന്നു: അൺലെസ് യു ബെയർ ദ ക്രോസ് യു കനോട്ട് ബെയർ ദ ക്രൗഡ്. നീ ക്രൂശ് വഹിക്കുന്നില്ല എങ്കിൽ നിനക്ക് കിരീടം ധരിക്കാൻ സാധ്യമല്ല. സത്യമായിട്ട് കർത്താവ് എന്നെ നടത്തിയത് പിന്നെയും ക്രൂശിന്റെ അനുഭവങ്ങളായിരുന്നു. ക്രൂശിന്റെ അനുഭവങ്ങൾ കൂടെ പിന്നെ മഹാരുടെ വർക്ക്, മിഷണറി വർക്ക്, ഒരുപാട് മിഷൻ ഫീൽഡുകൾ ഉണ്ടായി. ഒരുപാട് പേരെ സ്നാനപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ സഭ വളർന്നുകൊണ്ടിരുന്നു. അപ്പൊ സോഷ്യൽ വർക്ക് കൂടെ തുറന്നു. വേൾഡ് വിഷൻ എന്ന സംഘടനയുടെ സഹായത്തോടെ മഹാഡയ്ക്ക് 9 പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഒരുപാട് ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു സുവിശേഷീകരണത്തിന്. എങ്കിലും അത് നടത്തി ദൈവം പ്രവർത്തിച്ചു. 89 ഞാന് കുമളി പോയിട്ട്, തേക്കടി പോയിട്ട് അവിടുത്തെ വർക്ക് കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ വരുമ്പോൾ കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ, എൻ്റെ പഴയ വർക്ക് ഏറിയ ആ സ്ഥലത്തെത്തിയപ്പോൾ ബസ്സിൽ ഇരുന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, നീ ഒരു ഗോസ്പൽ മിഷൻ ആരംഭിക്കണം, അതിന് എൻ ടൈം ഗോസ്പൽ മിഷൻ എന്ന് പേരിടണം. ഞാൻ ഉടനെ എൻ്റെ ഡയറിയിൽ അത് കുറിച്ചു, എൻ ടൈം ഗോസ്പൽ മിഷൻ. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു, അവരോട് പ്രാർത്ഥിച്ചു. എൻ്റെ കൂടെ സഹകരിക്കുന്ന ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു CSIയിൽ. ഞാൻ അവരോട് പറഞ്ഞു, അവരും വന്ന് പ്രാർത്ഥിച്ചു. 1 വർഷത്തെ പ്രാർത്ഥന, 89, 90 പ്രാർത്ഥിച്ചു. 91 ഫെബ്രുവരി മാസം 28-ാം തീയതി ആ ഗോസ്പൽ മിഷൻ, എൻ ടൈം ഗോസ്പൽ മിഷൻ ഉദ്ഘാടനം ചെയ്തു. അത് സഭയ്ക്ക് അത്ര പിടുത്തമല്ലായിരുന്നു. സഭയ്ക്കെതിരാണ്, ബിഷപ്പിന്റെ അനുവാദമൊന്നുമില്ല. ഞാനൊരു പട്ടക്കാരനാണ്. അതുകൊണ്ട് ഞാൻ ഒതുങ്ങി നിന്നുകൊണ്ട്, സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അത് പ്രഗത്ഭരായിട്ട് ചിലരെ കേൾപ്പിച്ചു. അത് വളർന്നു. അത് കഴിഞ്ഞാണ് എനിക്ക് 92 മലങ്കര എന്ന് പറയുന്നതായിട്ടുള്ള CSI ചർച്ചിലേക്ക്, തൊടുപുഴയ്ക്കടുത്ത് എനിക്ക് ട്രാൻസ്ഫർ തന്നു. അവിടെ പോയി. അവിടെയും വലിയ ഉണർവ് കർത്താവ് അയച്ചു. അവിടെ ഒരു ഉണങ്ങിയ ഒരു സഭയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് കർത്താവ് തന്ന ദർശനം ഒരു സ്നാനക്കുളമാണ്. ആ കുളത്തിൽ ആളുകൾ വന്ന് സ്നാനപ്പെടുന്ന കാഴ്ച എനിക്ക് തന്നു. ഞാൻ മെയ് മാസത്തിൽ ചെന്നു. ഓഗസ്റ്റ് മാസം 17-ാം തീയതി 92 17-ാം തീയതി ഒരു 5 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പള്ളിയിൽ അനൗൺസ് ചെയ്തു. പകലും രാത്രിയിലും ആൾക്കാർ വന്നുകൂടാൻ തുടങ്ങി. മൈക്കൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. ഒരുപാട് പള്ളി നിറയെ ആളുകളെ. അങ്ങനെ ഒരുപാട് പേര് വിടുതൽ പ്രാപിച്ചു. ഭൂതങ്ങൾ അവിടുന്ന് അലറി ഓടി. പുതിയ ആളുകള് ആ സഭയ്ക്ക് വലിയ ഉണർവ് ദൈവം തന്നു. ഈ 4 വർഷം കൊണ്ട് അവിടെ 168 പേരെ ആ തൊടുപുഴയ്ക്കടുത്ത സഭയില് സ്നാനപ്പെടുത്താൻ എൻ്റെ ദൈവം സഹായിച്ചു. അതിൽ ഒരു മുസ്ലിം കുടുംബം ഉണ്ടായിരുന്നു. ഞാനിത് പറയുന്നത് സഭയ്ക്ക് ഉണർവുണ്ടാകും. ഉണർവുണ്ടായാൽ ദൈവാത്മാവ് പ്രവർത്തിക്കും, പരിശുദ്ധാത്മാവ് നടത്തും. ഈ കാലയളവിൽ 86 മുതൽ എനിക്ക് ദൈവം തന്ന മറ്റൊരു മിനിസ്ട്രി ആയിരുന്നു കൺവെൻഷൻ പ്രസംഗം. ഓരോ ഇടവകളിലും ഓരോ ദൂര സ്ഥലങ്ങളിലും പോയി. ഞാൻ ബോംബെ തന്നെ CSIയുടെ 4 പള്ളികളിൽ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം കർത്താവ് എനിക്ക് 100% ഹാർവെസ്റ്റ് ആണ് തന്നുകൊണ്ടിരുന്നത്. രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും യേശുവിനെ സ്വീകരിച്ചു. അങ്ങനെ അതുകൂടാതെ വിദേശത്ത് പിന്നെ എനിക്ക് 87 ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകാൻ അവസരം കിട്ടി. സിനഡ് തന്നതാണ് മിഷനെ കുറിച്ച് പഠിക്കാനായിട്ട്. 87 ഞാൻ അവിടെ പോയി. 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും അവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയി പഠിച്ചു. അത് ഒരു 9 മാസത്തേക്കായിരുന്നു. എന്നാൽ എനിക്ക് ഒരു അവസരം ദൈവം ഒരുക്കി തന്ന അവിടെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ മിഷൻ സ്റ്റഡീസിനെ കുറിച്ച് ഉള്ള ഒരു പഠനം നടത്താനായിട്ട് അങ്ങനെ ഒരു 13 മാസം ഞങ്ങൾ അവിടെ ആയിരുന്നു. അവിടുന്ന് DMS ഡിപ്ലോമ ഇൻ മിഷൻ സ്റ്റഡീസ് എന്ന പേരിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ
ബിർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവം എനിക്ക് തന്നു. അവിടെ വെച്ചും എൻ്റെ ഒരു സ്നേഹിതൻ മലയാളി ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിവിടെ അച്ഛന് താല്പര്യം പറ്റുമെങ്കിൽ ഒരു ആംഗ്ലിക്കൻ സഭയുടെ ഇംഗ്ലീഷ് സഭയുടെ ഒരു ആക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് 8 ദിവസം അവധി തരണം, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ 8 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിനക്കുള്ള ശുശ്രൂഷ നിന്റെ ജനത്തിന്റെ ഇടയിലാണ്, നിനക്ക് ഇവിടെയല്ല, അവിടെ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ആരോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്. പുള്ളിക്ക് വിഷമമുണ്ടായി. കാരണം ഒരു ആംഗ്ലിക്കൻ സഭയുടെ ഒരു പട്ടക്കാരനാകാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ഒരു സംഭവമാണ്. പക്ഷേ ഇത് എൻ്റെ കർത്താവ് അതൊന്നും എന്നെ അനുവദിച്ചില്ല. ഞാൻ തിരിച്ചു പോന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അതിനിടയ്ക്ക് വലിയ ഒരു രസകരമായ ഒരു സംഭവം കൂടെ പറയാം കേട്ടോ, അസാധ്യമായ ഒരു കാര്യം. അത് ഞങ്ങളുടെ കോളേജിലെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട്, എല്ലാ വർഷിപ്പ് സെന്ററുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ചുമതല എനിക്കാണ് അവർ തന്നത്. അവിടെ സ്വോത്രാഴ്ച എടുക്കും. അത് ഓരോ സ്ഥലത്ത് ഓരോ വർക്കിന് വേണ്ടി കൊടുക്കുക. ഒരു സ്വോത്രാഴ്ച എടുത്തപ്പം എന്നോട് ചോദിച്ചു, ഇത് ആർക്കാ കൊടുക്കുക? ഞാൻ പറഞ്ഞു, എൻ്റെ ഡയസിസിൽ ഒരു പള്ളിയുണ്ട്, കറണ്ടില്ല, വെളിച്ചമില്ല, ഞാൻ അവിടെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച പെട്രോമാക്സ് പോലും ഇല്ല, അവിടെ ആരാണ് നടത്തിയിട്ടുള്ളത്, അതുകൊണ്ട് അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അവർ എണ്ണി നോക്കിപ്പോയാണ്ട് അധികമൊന്നുമില്ല, 10,000-2,000 രൂപയുടെ പൈസയേ ഉള്ളൂ. എന്നോട് പറഞ്ഞ അതിന് പോസ്റ്റൽ ഓർഡർ വാങ്ങിച്ച് അയച്ചു കൊടുത്തേക്കാം പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഒരു എഴുത്തെഴുതി, ട്രഷറാർക്ക് എഴുത്തെഴുതി, ഇങ്ങനെ ഞാൻ അയക്കുന്നുണ്ട്, അതുകൊണ്ട് ആ സഭയ്ക്ക് ഒരു പെട്രോമാക്സ് മേടിച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് ഞാൻ ട്രഷറാർക്ക് കത്തയച്ചു. ആ കത്തെഴുതി. ആ കത്തും പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റൽ ഓർഡറും കൂടെ കൈപ്പറ്റി. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ മഴയും. ഞാൻ അവിടെ ഉച്ചയ്ക്ക് കൂടുതൽ തണുപ്പ് വസ്ത്രമൊന്നും എടുത്തില്ല. അവിടെ ചെന്ന് ഞാൻ അവിടെ പോസ്റ്റ് ഓഫീസിൽ കയറി. അതിനകത്തുള്ള ഭയങ്കര ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ പോസ്റ്റൽ ഓർഡർ കിട്ടി, അച്ഛനുള്ള കത്തും എടുത്ത് അതെല്ലാം കൂടെ ഞാൻ ഒരു കവറിൽ ഇട്ടിട്ട് ബോക്സ് കൊണ്ടുപോയിട്ട്, ബോക്സ് പുറത്താ, ബോക്സിൽ കൊണ്ട് ഇട്ടപ്പോഴാണ് ഞാൻ ഓർക്കുക, അയ്യോ ഞാൻ സ്റ്റാമ്പ് ഒട്ടിച്ചില്ല, ഫ്രം അഡ്രസ്സും വെച്ചില്ല. അതാണ് എൻ്റെ ഫ്രം അഡ്രസ്സും വെച്ചില്ല, സ്റ്റാമ്പ് ഒട്ടിച്ചില്ല. എനിക്ക് ഭയങ്കര നെഞ്ചിൽ ആകെ ഇതെങ്ങനെയായിത്തീരും. ഞാൻ ഇത് കൂലിക്കത്തായിട്ടങ്ങ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ പഴിക്കും. ഇംഗ്ലണ്ടിനൊരുത്തനെ വിട്ടിട്ട് അവൻ കൂലിക്കത്ത് അയച്ചിരിക്കുന്നൊക്കെ പറഞ്ഞ കളിയാക്കും. ഞാൻ ഉടനെ അടുത്ത അവിടെ പോയി നിന്നുകൊണ്ട് ഇത് അവിടെ ഒരു ചോദിച്ചു. ഇപ്പം പറഞ്ഞു പോസ്റ്റ്മാൻ വന്ന് തുറക്കും, അങ്ങനെയുള്ള താക്കോല് നോക്കി അന്നേരം കിട്ടിയാൽ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിപ്പ് തുടങ്ങി. അങ്ങേര് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ തുറക്കാൻ വന്നപ്പം അയാൾ താക്കോല് മാറിപ്പോയി. അയാൾ പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ പോയി എടുത്തോളാം. പിന്നെ ഒരു അരമണിക്കൂർ ആ തണുത്ത് മരച്ച് പ്രാർത്ഥനയിൽ നിപ്പം മാത്രം, എൻ്റെ കർത്താവേ എന്നെ സഹായിക്കണേ, എനിക്ക് നിന്നവരല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അങ്ങേര് വന്നിട്ട് തുറന്നു. എന്നോട് താമസിച്ചു പോയി വേഗം നോക്കിക്കോളാൻ പറഞ്ഞു, ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അയാൾ വേഗത്തിൽ കേട്ട് എനിക്ക് ആ കവർ കിട്ടിയില്ല. ഞാൻ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഉടനെ തന്നെ എടുത്തെഴുതിയ ട്രഷറാർക്ക് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, കൂലി അടിച്ചു വന്നെങ്കിൽ നാട്ടിൽ അറിയിക്കരുത്, ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു കത്ത് അയച്ചു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം അച്ഛൻ്റെ കത്ത് എനിക്ക്, അച്ഛൻ അയച്ച കത്തും പോസ്റ്റൽ ഓർഡറും എല്ലാം കൂടെ എൻ്റെ കൈ കിട്ടിയിരിക്കുന്നു. ഇവിടുത്തെ സ്റ്റാമ്പും ഇല്ലായിരുന്നു, ഇംഗ്ലണ്ടിലെ സ്റ്റാമ്പും. ഇംഗ്ലണ്ടുകാരുടെ പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിച്ചില്ല, സീൽ ഒട്ടിച്ചില്ല. മേലുകാവിൽ ചെന്നപ്പം ആ പോസ്റ്റ് ഓഫീസുകാരൻ സീൽ ഒട്ടിച്ചില്ല. കയ്യിൽ കൊടുത്തയക്കുന്ന പോലെ ആ എഴുത്ത് അച്ഛൻ്റെ കൈ കൊണ്ടേ കൊടുത്തു, പോസ്റ്റൽ ഓർഡറും കൊടുത്തു. എനിക്ക് തോന്നുന്നു ഭയങ്കര എൻ്റെ പ്രാർത്ഥനയുടെ എന്നെ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. നിനക്ക് മണ്ടത്തരം പറ്റിയാലും ഞാൻ നീ താഴ്മപ്പെട്ടപ്പോൾ നിന്നെ സഹായിക്കാം. എനിക്ക് തോന്നുന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്, പക്ഷെ നടന്നതാണ്. അപ്പൊ അവിടെ പോയി അങ്ങനെ അനുഭവം ഉണ്ടായി. തിരിച്ചു വന്ന് ഇവിടെ ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 1994 എനിക്ക് അതിനിടയ്ക്കൊരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ, 91 എനിക്ക് ഇംഗ്ലണ്ടില് ബ്രൈറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇന്റർനാഷണൽ കരിസ്മാറ്റിക് കോൺഫറൻസ് പോകാൻ സെലക്ഷൻ കിട്ടി. ഞാനത് അവിടെ എനിക്കുണ്ടായിരുന്നു, ബിഷപ്പിനുണ്ടായിരുന്നു. ഞങ്ങൾ പോയി അവിടെ ചെന്നു. അവിടെ ഒരു മാസം അതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഇടവകയിൽ ഞങ്ങൾ ശുശ്രൂഷിക്കണമെന്നാണ് നിബന്ധന.
എനിക്ക് കിട്ടിയത് ഇംഗ്ലണ്ടിൽ ചാനൽ ഐലൻഡ് ആയിരുന്നു. അവിടെ ചെന്നു. അവിടെ മലയാളികളാരും തന്നെ ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ഒരു മാസം അവരെന്നെ വളരെ താല്പര്യമായിട്ട് എന്നെ സ്വീകരിച്ചു. ഓരോ വീടുകളിൽ ഒരു സായിപ്പിന്റെ വീട്ടിലേക്കാണ് താമസവും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അവിടെ താമസിച്ചു. അവർക്കെല്ലാം വലിയ സന്തോഷമായി. എല്ലായിടത്തും പോയി സാക്ഷ്യം പറയാൻ ആ പള്ളിയിൽ അവസരം തന്നു. ഒരു വലിയൊരു കൂട്ടായ്മയായിരുന്നു നടന്നത്. അപ്പൊ അവരെന്നോട് ഇവിടുത്തെ വർക്കിനെ കുറിച്ചൊക്കെ ചോദിച്ചു. ഞാനതെല്ലാം വർക്കിന്റെ സാക്ഷ്യമെല്ലാം പറഞ്ഞു. ഒരാഴ്ച മുമ്പ് അവരെന്നോട് പറഞ്ഞു, ജോസഫേ, നിങ്ങൾ ഒരു മാസം നിന്നിട്ട് ഒരു പണസംബന്ധമായ ഒന്നും ഞങ്ങളോട് ചോദിച്ചില്ല. അവരൊരു 5 പൗണ്ട് അങ്ങനെ പോക്കറ്റ് മണി തരുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊന്നും ചോദിച്ചില്ല. ഞങ്ങളിൽ ചില ആളുകൾക്ക് ഒരു താല്പര്യം, നിങ്ങളെ ഒന്ന് സഹായിക്കണം, നിങ്ങളുടെ മിഷണറി വേലയെ സഹായിക്കണം, നിങ്ങളെ ദൈവം എടുത്ത് ഉപയോഗിക്കും, അതുകൊണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു ജീപ്പ് തരാൻ, നിങ്ങൾക്ക് അവിടെ ജീപ്പാണല്ലോ, ഒരു ജീപ്പ് തരാനുള്ള ആഗ്രഹമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊരു വലിയൊരു ഗിഫ്റ്റാണ്. അത് നിങ്ങൾ തന്നാൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് എനിക്ക് എഴുതി തരണം. കാരണം അത് വളരെ അസാമാന്യമായൊരു ഗിഫ്റ്റാണ്. ഇത് ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണോ അതോ മഹാഡോയ്ക്ക് വേണ്ടിയാണോ? നിങ്ങൾ എഴുതി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മഹാഡോയുടെ പേരിൽ തരില്ല, കാരണം മഹാഡോയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് ഇത് നിങ്ങളുടെ പേരിലാണ്, നിങ്ങൾക്ക് കർത്താവിന്റെ വേലയ്ക്ക് ചെയ്യാനുള്ള ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് എഴുതി തരണം, അല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടാകും. എൻ്റെ കർത്താവിനെ നിന്ദിക്കുന്നതായ ഒരു കാര്യം എനിക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞു. അവര് ഉടനെ ആ പള്ളിയിൽ അച്ഛൻ എനിക്ക് എഴുത്തെഴുതി തന്നു, ഇത് നിങ്ങൾക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സ്വന്തമായി തരുന്നതാണെന്നും പറഞ്ഞ് അതിനുള്ള പണവും അവരെനിക്ക് അയച്ചു തന്നു. ഇവിടെ വന്നപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 91 ജീപ്പ് വാങ്ങിക്കാൻ സാധിച്ചു. ആ ജീപ്പ് കൊണ്ട് ഞാൻ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ സുവിശേഷ വേല നടത്താനായിട്ട്, കൺവെൻഷൻ പ്രസംഗങ്ങൾ നടത്താൻ എല്ലായിടത്തും ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു. ഇതിനിടയ്ക്ക് മസ്കറ്റിൽ കൺവെൻഷൻ പോകാൻ സാധിച്ചു. സലാലയിൽ പോയി. പിന്നെ 94 മലേഷ്യയിൽ വെച്ച് റീജിയണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു കരിസ്മാറ്റിക്കിന്റെ. അതിന് അവരെന്നെ വിളിച്ചപ്പോഴത്തേക്ക് അതിന്റെ മുഴുവൻ എക്സ്പെൻസും നമ്മൾ വഹിക്കണം, യാത്ര ചെലവും അവിടുത്തെ ഫീസും. ഞാൻ കണക്കുകൊണ്ട് ഇപ്പോൾ ഒരു 65,000 രൂപ വരും. ഞാൻ ആരെയും കാണിച്ചില്ല എഴുത്ത്, ഞാൻ എൻ്റെ മേശക്കകത്ത് എടുത്ത് വെച്ചു. എന്നിട്ട് ഞങ്ങളെ കമ്മിറ്റിക്കാർ, ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട് വൈകിട്ട്, ചൊവ്വാഴ്ച വൈകിട്ട്. ആ ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഞാനവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാനത് പ്രാർത്ഥിച്ചില്ല, എടുത്തില്ല, അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കൈക്കാരൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ മകൻ പണം അന്വേഷിച്ചെങ്കും പോകാനിടയാക്കരുത്, അവിടെ പോകാനിടയാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് ചൊവ്വാഴ്ച. ബുധനാഴ്ച ഞാൻ ഡയസിന്റെ ഒരു കൗൺസിലുണ്ട്. ഞാൻ ആ കൗൺസിലിന് പോകുമ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ വരുമ്പോൾ ജേഴ്സിന്ന് ഒരു കവറ് എൻവലപ്പ് കിടക്കുന്നു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ കോൺഫറൻസിന് പോകണം, അതിനുള്ള ചെക്ക് ഞങ്ങൾ അയക്കുകയാണ്. 65,000 രൂപയുടെ ചെക്ക് ഉണ്ടായിരുന്നു എനിക്ക് തന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ പ്രൊസീഡ് ചെയ്തു. ആ കോൺഫറൻസിന് ഞാൻ പോയി. അവിടെയും ദൈവം എന്നെ അത്ഭുതകരമായിട്ട് ഉപയോഗിച്ചു. ഏഷ്യ റീജിയണൽ കോൺഫറൻസ് ആയിരുന്നു. പെന്തക്കോസ്തുകാരുണ്ടായിരുന്നു, ആംഗ്ലിക്കൻകാരുണ്ടായിരുന്നു, മറ്റു പല സ്ഥലങ്ങളിലുള്ള മെത്തഡിസ്റ്റുകാർ, സഭക്കാരുണ്ടായിരുന്നു. വലിയ നല്ല ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു. ലാസ്റ്റ് ദിവസം പിരിഞ്ഞപ്പോൾ അത് ഇംഗ്ലണ്ടിലുള്ള ആ ആൾക്കാർ മാത്രമേ ഇതിന് ഒരു കമ്മിറ്റിയിലുണ്ടായുള്ളൂ. അവസാനം ഇതിന് ബ്രീഫ് ചെയ്യാനുള്ള കമ്മിറ്റി. അതിന് ഇന്തോനേഷ്യയിലുണ്ടായിരുന്ന ഒരു ബിഷപ്പ് ഉടക്ക് വെച്ചു, നിങ്ങൾ ഏഷ്യ റീജിയനാന്ന് പറഞ്ഞ് ഞങ്ങളെ ആരെയും കൂട്ടിയില്ല, അതുകൊണ്ട് ഈ ഇത് കൺസൾട്ടേഷൻ എടുക്കാൻ ഒക്കത്തില്ല, വേറെ എടുക്കണം. വലിയ ഡിസ്കഷനായി. അവർക്കെല്ലാം ഭയങ്കര വിഷമമായി. ദൈവാത്മാവിനോട് പറഞ്ഞു, നീ ഇടപെട, നീ പോയി എഴുന്നേറ്റ് പറ. ഞാൻ അവിടുന്ന് അവസാനം ഇത് പഴയ തീരുമാനം ഡ്രാഫ്റ്റ് എല്ലാം മാറ്റിയിട്ട് പുതുതായിട്ട് ഉണ്ടാക്കാവുന്ന അവർ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു വാക്ക് പറയണം. ഞാൻ പറഞ്ഞു, ഈ 6 ദിവസവും നമ്മൾ പരിശുദ്ധാത്മാവിലാണ് ഇവിടെ ഓരോ സംഭവം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നപ്പോൾ നിങ്ങൾ ഇത് ഇവിടെ വെച്ച് തകർക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ദൈവാത്മാവിൽ ആശ്രയിച്ച് ഈ ഡ്രാഫ്റ്റ് സ്വീകരിക്കുകയും ദൈവഹിതത്തിന് നമ്മൾ എല്ലാവരും സമർപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര അതിശയമായി. അവര് പഴയ ഡ്രാഫ്റ്റ് സ്വീകരിച്ചു.
അവരെല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ആ കോൺഫറൻസ് പരാജയപ്പെട്ടു പോയി തകരുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ദൈവം അയച്ചത് അതിനു വേണ്ടിയിട്ടാ, എനിക്ക് അവിടെ ഒരു മിനിസ്ട്രി കർത്താവ് തന്നതാ. അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെ പോയി സിംഗപ്പൂരിൽ പോകാൻ ഇടയായി. ഇവരെല്ലാം എൻ്റെ കർത്താവിനെ നടത്തിയതാണ്. ഇതിനകത്ത് പുകഴാനൊന്നുമില്ല. എൻ്റെ കർത്താവ് ഞാൻ പിന്നെ തിരിച്ച് നാട്ടിൽ വന്നു. 94 കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഈ ഇടവക ചാർജ് വിടണം, സഭയുടെ ശുശ്രൂഷ അല്ല, നിനക്ക് വേറെ ശുശ്രൂഷയുണ്ട്. അപ്പൊ ഞാൻ ഈ എൻ്റെ ഗോസ്പൽ മിഷന്റെ കൺവെൻഷൻ നടത്തുന്നു, പെരുമറ്റം കൺവെൻഷൻ. അത് അവിടുത്തെ മലനാട്ടിലെ മാരാമൺ കൺവെൻഷൻ എന്ന് പറയും, അതുപോലെ ആൾ കൂടുമായിരുന്നു. വലിയ അത്ഭുതങ്ങളൊക്കെ നടന്ന കൺവെൻഷനാണ്. വലിയ പെയ്തുകൊണ്ട് വരുന്ന മഴ നിന്നുപോയ അനേക സന്ദർഭങ്ങളുണ്ട്. അനേകം ഒരുപാട് ആളുകൾ രക്ഷിക്കപ്പെടാൻ ആ കൺവെൻഷൻ മുഖാന്തരമായിട്ടുണ്ട്. അങ്ങനെ വലിയൊരു വർക്ക് മൂന്നാറിൽ ഞങ്ങൾക്കൊരു ഇടവകയില് അവിടെ പോയി ആ ഏരിയയിൽ വർക്ക് ചെയ്തു. 10-14 മിഷണറിമാര് ഞാൻ ആ ഗോസ്പൽ മിഷന് പേരിൽ അയച്ചു. അവിടെ ഒരു പുതിയ സഭ CSIക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ദൈവം പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 94 എന്നോട് കർത്താവ് പറഞ്ഞു ഇറങ്ങണം. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. എനിക്ക് ഡയസിസിൽ ദൈവം സഹായിച്ച വലിയ ഒരു സ്ഥാനമുണ്ട്. ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ദൈവം എന്നെ അത്ഭുതമായിട്ടെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. കൺവെൻഷൻ പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല എനിക്ക് കുടുംബമുണ്ട്, വരുമാനം വേറെ ഒന്നുമില്ല, വീടില്ല. അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഇപ്പൊ എനിക്കിവിടെ സുഖമാണ്. കർത്താവിനോട് പറഞ്ഞ് നിർബന്ധമായിട്ട് നീ ഇറങ്ങണം, നീ എന്നെ അനുസരിക്കണം. 2ാമത്തെ വർഷത്തിൽ വീണ്ടും പറഞ്ഞു എന്നോട്, നീ പോകുമോ ഇറങ്ങുമോ? ഞാൻ പറഞ്ഞില്ല കർത്താവേ, എന്നെ അയക്കല്ലേ, എനിക്ക് പോകാൻ പ്രയാസമാ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞു. 3ാമത്തെ വർഷത്തിൽ എന്നോട് പറഞ്ഞു, നീ ഒരു 40 ദിവസം ഉപവാസം എടുക്കാൻ പറഞ്ഞു. പള്ളിയിൽ ആദ്യമായിട്ടാ 40 ദിവസം ഉപവാസം എടുക്കുന്നത്. എനിക്ക് പരിചയമില്ല. 21 ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ട്, പക്ഷെ 40 ദിവസം ഇരുന്നിട്ടില്ല. ഞാൻ പള്ളിയിൽ അനൗൺസ് ചെയ്തു. പള്ളിയിലെ ആൾക്കാർ കൂടെ കൂടി ഓൾട്ടർനേറ്റീവ് ആഴ്ചയിലെ സഭക്കാർ മുഴുവൻ കൂടും, ഒരാഴ്ച മുഴുവൻ. അല്ലാത്ത ഒരാഴ്ച ഞാൻ തനിച്ച് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കും. 21ാമത്തെ ദിവസം ഞാൻ പള്ളിയിലിരുന്ന് ഉച്ച സമയത്ത് പ്രാർത്ഥിക്കും, 1 മണി സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് വീണ്ടും കർത്താവ് ചോദിച്ചു, നീ എന്നെ അനുസരിക്കുവോ ഇല്ലയോ? നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ആയിരുന്നപ്പോൾ നിന്നെ പേര് ചൊല്ലി വിളിച്ച് ഞാനാണ്. നിന്നെക്കുറിച്ച് എനിക്ക് ഉദ്ദേശമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു അനുസരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മുടം തന്നെ എല്ലാം പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെതായ ഫലം നിനക്ക് അനുഭവിക്കേണ്ടി വരും എന്നുകൂടി ഒരു ഭീഷണിയും കൂടെ വന്നു. ഞാൻ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞാൻ ആ ഓൾട്ടറിന്റെ മുൻവശത്ത് ആ തറയിൽ കമന്ന് കിടന്നുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഈവൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് മൈ ലൈഫ് ഐ വിൽ ഒബേ യു. അതായിരുന്നു എൻ്റെ തീരുമാനം. പെട്ടെന്ന് വലിയൊരു സന്തോഷം, ഒരു അണപൊട്ടി ഒഴുകുന്ന സന്തോഷം. ഞാൻ പള്ളിക്കകത്ത് ഓടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വന്നു. ഞാൻ ബിഷപ്പിനെ കത്തയച്ചു, ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് എനിക്കൊന്നെങ്കിൽ റിട്ടയർമെന്റ് തരണം, അല്ലെങ്കിൽ എനിക്ക് വോളണ്ടറി റിട്ടയർമെന്റ് തരണം, എനിക്ക് അല്ലെങ്കിൽ ലീവ് തരണം, എനിക്ക് കർത്താവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞു. ബിഷപ്പിന് അത് വലിയ വിഷമമായിപ്പോയി. കാരണം അവിടെ സായിപ്പന്മാരുടെ പ്രസംഗം മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഞാനായിരുന്നു. ബിഷപ്പ് പറഞ്ഞു, അത് ഇനി ഞാൻ ആരെ അയക്കും? വലിയ ഒരു പ്രയാസമുണ്ട്. ഒരുപാട് ഡിസ്കഷനൊക്കെ നടന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കർത്താവിനെ അനുസരിച്ചേ ഒക്കുള്ളൂ, ഡയസിസിൽ എന്ത് സേവനം വേണം ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അവർ മനസ്സില്ലാ മനസ്സോടെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് റിലീഫ് ചെയ്യുക, ഒരു 4 വർഷത്തേക്ക് ആക്റ്റീവ് സർവീസിന് റിലീവ് ചെയ്യാം, ഡയസിന് എതിരായിട്ട് വർക്ക് ചെയ്യരുത്, ചെയ്താൽ നിങ്ങളുടെ പേരിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഡയസിന് എതിരായിട്ട് വർക്ക് ചെയ്യാനല്ല, കർത്താവിനെ അനുസരിക്കണം. 97 മെയ് മാസത്തിൽ അവിടുന്ന് എന്നെ റിലീവ് ചെയ്തു. എനിക്ക് താമസിക്കാൻ 15 ദിവസം മുമ്പ് മൂലമറ്റത്ത് കർത്താവ് ഒരു വീട് വാടകയ്ക്ക് ഫോൺ സഹിതം എനിക്ക് അവിടെ ഏർപ്പാട് ചെയ്തു. അവിടെ 5.5 വർഷം അവിടെ താമസിച്ചു. ആ കാലയളവിൽ വേറെ 3 പ്രാവശ്യം കൂടെ 40 ദിവസം ഉപവാസം എടുക്കാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു. ആ കർത്താവിനോട് അതിൻ്റെ 40 ഉപവാസത്തിനിടയ്ക്ക് എന്നോട് പറഞ്ഞു, നിന്റെ മുടിയും താടിയും നീ കണ്ടിക്കരുത്, അത് അങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു. അത് സാധാരണഗതിയിൽ വല്ലാത്തൊരു ഇതായിപ്പോയി. കാരണം നമ്മൾ വചനത്തിൽ അങ്ങനെ അല്ലല്ലോ പറയുന്നത്. എങ്കിലും കർത്താവിനെ അനുസരിക്കാൻ വേണ്ടി ഞാനത് മുടിയും താടിയും വെച്ചില്ല. 97 മുതൽ ഇന്ന് വരെയും എൻ്റെ താടിയും വെട്ടിയിട്ടില്ല, എൻ്റെ മുടിയും കണ്ടിച്ചിട്ടില്ല.
ഒരുപാട് പേർക്ക് അത് ചോദ്യചിഹ്നമാണ്, വചനത്തിന് വിരോധമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കർത്താവിനെ അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അതിന് 2001 ഞാൻ ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ അവിടുന്ന് എന്നോട് ഒരു സ്കൂൾ വിസിറ്റ് ചെയ്യാൻ പോയി. സ്കൂൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിക്കുക, ഒരു 10-13 വയസ്സ് കാണും. അവനോട് ചോദിക്കുക, ജോസഫ്, യു ഹാഡ് എ വേർഡ് ഫ്രം ദ ലോർഡ് നോട്ട് ടു കട്ട് യുവർ ഹെയർ ആൻഡ് യുവർ ബിയർഡ്, വെൻ വാസ് ഇറ്റ്? അതായിരുന്നു ആ ചോദ്യം. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ആ കുട്ടി ആദ്യം കാണുന്ന ആ കുട്ടി എന്നെ അറിയത്തില്ല, അവൾക്കൊരു ദൈവാത്മാവ് പ്രവർത്തി. ഞാൻ പിന്നെ സംഭവം അവരോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഈ മുടി കട്ട് ചെയ്യാതെയും താടി വെട്ടാതെയും ഇരിക്കുന്നത്. പക്ഷെ അത് അധികം നീളാൻ ദൈവം സമ്മതിക്കുന്നില്ല. ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കർത്താവിനെ അനുസരിക്കുന്നതിൽ കഴിഞ്ഞ് എനിക്ക് വേറെ ഒരു സംഭവവും എൻ്റെ ജീവിതത്തിൽ ഇല്ല. അതാണ്, അങ്ങനെ ആയിരുന്നു. പിന്നെ ഒരു സ്കൂൾ തുടങ്ങാൻ കർത്താവ് സഹായിച്ചു. 100-200 പിള്ളേരുണ്ടായിരുന്നു. എന്നാൽ അതിന് സാങ്ഷൻ കിട്ടിയില്ല. CBSE സ്കൂളിന് അത് കിട്ടാതെ വന്നുകൊണ്ട് അത് നിർത്തേണ്ടി വന്നു. ആ സ്കൂള് നിർത്തി. 2008 ആ സ്കൂള്, 2004 സ്കൂള് നിർത്തിപ്പോയി. 100-200 പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ബാധ്യതയെല്ലാം ഉണ്ടായി. ദൈവം അതിനും എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ നിന്നയകറ്റി എന്നോട് വീണ്ടും കർത്താവ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു, ഒരുപാട് കഷ്ടതയെ കൂടെ നിന്നയും പരിഹാസങ്ങളും ഒക്കെ എന്നെ സഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല നിശ്ചയമുണ്ട്, ഉറപ്പുണ്ട്. എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് ഒരു വിശ്വസ്തത പാലിക്കാൻ. ഞാൻ എൻ്റെ അക്കൗണ്ടിനോട് പറയുമായിരുന്നു, നിനക്ക് അബദ്ധം പറ്റി പോലും 1 രൂപ എൻ്റെ അക്കൗണ്ടിൽ വരാൻ പാടില്ല, ഇത് കർത്താവിൻ്റെ പണമാണ് എന്ന് പറഞ്ഞ് വിശ്വസ്തത പാലിച്ചു. പക്ഷേ അവിടെ ചില ആളുകള് ഒരു കോൺട്രാക്ട് ചെയ്യാൻ കൊടുത്തു. അവനൊരു പെന്തക്കോസ്ത് എഞ്ചിനീയർ ആയിരുന്നു. അവൻ കള്ളക്കണക്കും കള്ളക്കേസും ഉണ്ടാക്കി. എന്നെക്കുറിച്ച് എൻ്റെ 2 ലക്ഷം എൻ്റെ പണവും കൊടുത്ത് തട്ടിപ്പിന്റെ അപ്പോസ്തലൻ എന്നും പറഞ്ഞിട്ട് എന്നെ ഒരുപാട് നിന്ദിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിച്ചു. ആ നിന്നയും പരിഹാസങ്ങളും ഒക്കെ സഹിച്ചു. പക്ഷെ എനിക്കൊരുണ്ടായിരുന്ന ഒരു പ്രാഗൽഭ്യം, എൻ്റെ കർത്താവ് വചനത്തിൽ പറയുന്ന, നിന്റെ മനസാക്ഷി എന്നെ കുറ്റം പതിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ആ പ്രാഗൽഭ്യത്തിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. എന്നോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഇനി നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു പ്രാർത്ഥന, എനിക്ക് 3 വിഷയമേ പ്രാർത്ഥനയുള്ളൂ. ഒന്ന്, കർത്താവ് എനിക്കൊരു ഉണർവ് തരണമേ. ആ ഉണർവ് എന്നിൽ ആരംഭിച്ച് അത് ലോകത്തിന്റെ അറ്റത്തോളം എത്തണം. ഇതൊരു ഉണർവിന്റെ കാലമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മാക്കളെ തരണം. ഈ കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് എനിക്ക്, അതിനിടയ്ക്ക് ഞാൻ സ്നാനപ്പെട്ട കാര്യം പറഞ്ഞില്ലല്ലോ, 2002 എനിക്ക് സ്നാനപ്പെടാനുള്ള ആ ഒരു ആഹ്വാനം ദൈവാത്മാവ് തന്നു. ഞാൻ അന്ന് അതുവരെയും ആ തലയാഴ്ച പോലും ഞാൻ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്കറിയാൻ സംഭവിക്കാൻ പോകുന്ന എന്താ. ഞാൻ PG വാര്യർ സാറിനോട് പറഞ്ഞു, PG സാർ ഞങ്ങളുടെ കൺവെൻഷൻ വന്ന് പ്രസംഗിക്കുന്ന. അപ്പം എന്നോട് ഞാൻ ചോദിച്ചു, എന്നെ ഒന്ന് സ്നാനപ്പെടുത്താവോ? അദ്ദേഹം പറഞ്ഞു, അല്ല അച്ഛന്മാരെ ഒന്ന് ഇറക്കാൻ. ഞാൻ പറഞ്ഞില്ല, അച്ഛന്മാരില്ല, ബ്രദറിന് പേടിയാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ, ഞാൻ ആരെ വെള്ളം സ്നാനപ്പെടുത്തും. അങ്ങനെ എറണാകുളത്ത് വെച്ച് ഞാനും ഭാര്യയും മോളും വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റു. പിന്നെ ഞാൻ ആ സഭയിൽ നിൽക്കുന്നത് ശരിയല്ല. സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം അറിയാവുന്ന ഞാൻ. അതുകൊണ്ട് ഞാൻ 7-ാം തീയതി ബിഷപ്പിന് രാജിക്കത്ത് കൊടുത്തു. CSI സഭയിൽ നിന്ന് ഞാൻ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ബിഷപ്പ് അത് സ്വീകരിച്ചു. അതുകൊണ്ട് എനിക്ക് CSI സഭയിൽ എനിക്ക് ഔദ്യോഗികമായി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. എന്നാൽ ഇന്നും എനിക്ക് ആ സഭയിൽ എല്ലാ ബഹുമാനവും കർത്താവ് തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ബിഷപ്പന്മാരും അച്ഛന്മാരും സഭാജനങ്ങളും ഞാൻ എവിടെ പോയാലും അന്ന് എനിക്കുണ്ടായിരുന്ന അതേ ബഹുമാനവും സ്നേഹവും ഇപ്പോഴും തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് ആരാധന കൂടാനായിട്ട് ഒരു സഭയുണ്ടാക്കി. ആ സഭയിലെ കുറച്ച് വിശ്വാസികളുണ്ടായിരുന്നു. അത് വന്നു. ഞങ്ങള് 2001 2003 ഞാൻ അവിടെ നിന്നു. 2005 2015 ഞാൻ IPC ചേർന്നു. 15 ഓർമ്മ. IPCയിൽ 19 മാസം ആ സഭയിൽ നിന്ന് ഞാൻ അവിടെ എനിക്ക് വലിയ ഓഫറൊക്കെ അവർ തന്നതാ. പക്ഷെ അതൊന്നും അല്ലായിരുന്നു കാര്യം.
ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് സെൻട്രൽ പാസ്റ്റർ അവസരങ്ങളൊക്കെ തരും, പ്രസംഗിക്കാൻ തരും. ഓൺ ദ സ്പോട്ടിലാണ് തരുന്നത്. അപ്പം പാസ്റ്റർ എന്നെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയും. ഒടുവിൽ എന്നോട് ആ പാസ്റ്റർ പറഞ്ഞു, 19 മാസം കഴിഞ്ഞപ്പം അച്ഛൻ മാറിക്കും, ഇവർക്കാർക്കും ഇവിടെ ഉള്ളവർക്ക് അച്ഛനെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അതുകൊണ്ട് അച്ഛൻ മാറിക്കോ, ഞാൻ അച്ഛനെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അദ്ദേഹം വന്ന് ലാസ്റ്റ് സൺഡേയില് സഭയിൽ വന്ന് ആരാധന നടത്തി ഒരു സെൻഡ് ഓഫ് പോലെ എനിക്ക് സഭയിൽ നിന്ന് തന്നു. അങ്ങനെ ഞാൻ വീണ്ടും ആരാധന ആരംഭിച്ചു. ഇപ്പോൾ ഞാൻ നടത്തുന്നത് ഒരു എക്യുമെനിക്കലായിട്ടുള്ള ഒരു ഫെലോഷിപ്പായിട്ടാണ് നടത്തുന്നത്. കാരണം സമയം ഞാൻ പറയുന്നു, നിങ്ങൾ എല്ലാവരും യേശുവിന്റെ മക്കളായി തീരണം, യേശുവിന്റെ സാക്ഷികളായി തീരണം, വചനം അനുസരിക്കണം. എന്നാൽ അവരവരുടെ സഭയിൽ നിന്നുകൊണ്ട് ഉണർവ് പ്രാപിക്കണം. അതിന്റെ മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് സഭകളുടെ ഐക്യതയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ സഭകളെല്ലാം അതിർത്തികളും എല്ലാം മറന്നിട്ട് ഇനിയും ഒന്നായിത്തീരുന്ന ഒരു കൊടിക്കീഴിൽ അണിനിരക്കുന്ന സമയം വരിക. അതിനെന്നെ കർത്താവ് പഠിപ്പിച്ചത്, ഞാൻ കുമരകത്ത് ഉദ്ദേശിയായിരുന്നപ്പോ അവിടെ വേനലാകുമ്പോഴത്തേക്ക് അവിടെ കണ്ടപ്പാടങ്ങൾ എല്ലാവർക്കും ചോദിച്ചാൽ ആ കാണുന്നതാണ് എൻ്റെ അതിർത്തി എന്നെല്ലാം ഓരോരുത്തരും അവിടെ കാണിക്കും. മൺസൂണായി മഴ വന്നപ്പോൾ ഒരു കായലായി തീർന്നു, വെള്ളമെല്ലാം കയറിയിട്ട് ഒരാളുടെയും അതിർത്തി കാണാൻ നിവൃത്തിയില്ല. അപ്പൊ ഞാൻ ഓർത്തട, ഇത് വലിയ കാര്യമാണല്ലോ, ആരുടെ അതിർത്തി മാറ്റിയില്ല. എന്നോട് പരിശുദ്ധാത്മാവ് എനിക്ക് ഈ 82-ന് ശേഷം കാണിച്ചുന്ന ഒരു കാര്യം അതാണ്. പരിശുദ്ധാത്മാവാകുന്ന വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എല്ലാവരും ആ വെള്ളത്തിന്റെ അടിയിലായി പോവും. എല്ലാ സഭക്കാരും വെള്ളത്തിനടിയിലാ. ആരുടെ അതിർത്തി ആരും മാറ്റേണ്ട ആവശ്യമില്ല, എല്ലാവരും ആത്മാവിലായിത്തീരും. അങ്ങനെ ഒരു വലിയ ഒരു സംഭവം യേശുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയുണ്ട്. പിതാവേ, ഞാൻ നീ ഒന്നായിരിക്കുന്ന പോലെ ഇവരും തമ്മിൽ ഒന്നായിത്തീരണം. ആ ഒരു പ്രാർത്ഥന സഫലമാകാനായിട്ട് പോവുകയാണ്. കർത്താവ് എന്നോട് പറഞ്ഞ് ഇനിയും വലിയൊരു മിനിസ്ട്രി ചെയ്യാനായിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ എനിക്കധികം ആളുകളില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന മാസത്തിൽ ഒരു ഓൾ നൈറ്റ് പ്രെയർ നടത്തും, പിന്നെ ഒരു ഉപവാസ പ്രാർത്ഥന ചെറുതോണി നടത്തും. അധികം ആളുകളില്ല, വരുന്നവരെല്ലാം വിടുതൽ പ്രാപിക്കും. മെയിനായിട്ടുള്ള കൗൺസിലിംഗ് ആണ്. ആളുകൾ ഇവിടെ വരും, ആളുകൾ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കും. വലിയൊരു ഫോൺ മിനിസ്ട്രി, വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു മിനിസ്ട്രിയാണ്. അതും ഞാൻ ഇംഗ്ലണ്ടിൽ വെച്ച് അനുഭവിച്ച് കണ്ടുപരിച്ചതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രി ഒരു 8 മണി 8:30 മുതൽ ഒരു 11:30 വരെ ആൾക്കാർ കോൾ ഉണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഈ അവസരം തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ജോയിസ് ടിവിക്കും പ്രത്യേകിച്ച് മാഡത്തിനും എല്ലാ വിധത്തിലുള്ള നന്ദി സ്നേഹം അർപ്പിക്കുന്നു. തുടർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ TV മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്ര ദീർഘസമയം ഈ സാക്ഷ്യം കേൾക്കാൻ ആളുകൾക്ക് കൃപ കൊടുത്തു. അതാർക്കെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനും സഭയുടെ ഉണർവിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും സഭയുടെ ഐക്യതയ്ക്കും വേണ്ടി ആയിത്തീരണമേ. പ്രിയദാസരെ അധികമായിട്ട് ഇവിടുന്ന് ശക്തിപ്പെടുത്തണമേ, കൃപയാ നടക്കണമേ. എല്ലാ മഹത്വം കർത്താവിന്. യേശുവെ, അവിടുന്ന് വേഗം വരുന്നതിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.